നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ശ്രോതാക്കളെ. ഞാൻ ബോണി. അപ്പോൾ ഇന്നൊരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്നൊരു വാക്ക് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. ഈ കൊല്ലംകാരിയാണ്. കൊല്ലം പ്രദേശത്ത് ജനിച്ച് വളർന്നെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറേ കാലം ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ ബന്ധുക്കളും സ്വന്തം ആൾക്കാരും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും ഒരു ജീവിതയാത്രയാണ് നടത്തുന്നത്. ആ ജീവിതയാത്രയിൽ ചില വ്യക്തിമുദ്രകൾ യാത്രയിൽ പതിപ്പിക്കും. അത് ചിലപ്പോൾ ഒരു കലാകാരി എന്നുള്ള നിലയിലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ആശയങ്ങൾ കൊണ്ടായിരിക്കാം, പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം, സർഗപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചായിരിക്കാം. അങ്ങനെ പല പല വ്യക്തിമുദ്രകൾ നമ്മളിങ്ങനെ പതിപ്പിച്ചു പോകും. അങ്ങനെ ചിലർ അങ്ങനെ വേറിട്ട് നിൽക്കും മറ്റുള്ളവരിൽ നിന്ന്. അത്തരത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നോടൊപ്പം ഉള്ളത്. ജസിന്ത മോറിസ് എന്ന വ്യക്തിയാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. മാഡത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്തുകൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ സാഹിത്യരംഗത്തും അത് കണക്കിന് ഷോർട്ട് ഫിലിം, ഗാനരചയിതാവ്, ഏതൊക്കെ മേഖലകളിലാണ് കൈവെക്കാത്ത എല്ലാം ഞാനത് എണ്ണി പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിലൂടെ ഡയറക്റ്റ് അങ്ങ് കിടക്കാം. അപ്പോൾ പൊതുവേ ഞാൻ ചെയ്യുന്നത് എനിക്കൊന്ന് ആദ്യം ഒരു ബാല്യകാലം മനസ്സിലാക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. എനിക്കൊന്ന് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരാൾ എവിടെയാണ് ഫോർമേഷൻ നടക്കുന്ന ഈ ബാല്യകാലത്താണ്. അപ്പോൾ എവിടെയാണ് ജനിച്ചത് അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓക്കെ. എനിക്ക് അത് ഭാഗ്യമായിട്ട് കണക്കാക്കി എനിക്ക് 3 വയസ്സ് തൊട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ, ഞാൻ ബാംഗ്ലൂരിൽ എച്ചയിൽ അന്നസന്ദ്രപാളയത്ത് താമസിക്കുന്നതായിട്ടാണ്. ഒരു കുഞ്ഞു വീട്, അതിന് ചേർന്ന് വേറെ 3 കുഞ്ഞു വീടുകൾ, 4 വീടിൻ്റെ ഓണറാണ് എൻ്റെ പപ്പ. പപ്പ ബാംഗ്ലൂരിലെ എച്ചയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവിടെ PRO ആയിരുന്നു. മമ്മ ഹൗസ് വൈഫ് ആണെങ്കിലും ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി ഉള്ളൊരു ലേഡി തന്നെയായിരുന്നു മമ്മ. ഞാൻ വീട്ടിലെ ഇളയത്, 6 മക്കളിൽ ഏറ്റവും ഇളയത്. അപ്പോൾ എൻ്റെ 3 വയസ്സിലെ കാര്യം ഞാൻ ഓർക്കുകയാണെങ്കിൽ, പപ്പ ജോലിക്ക് പോയി എൻ്റെ മൂത്ത 5 പേരും സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു വീടിനോട് ചേർന്നൊരു കടയുണ്ട്. ആ കടയുടെ മുന്നിൽ ഞാനിങ്ങനെ ഇരിക്കും. ചെറുതായിട്ട് കച്ചവടം ചെയ്യാൻ എനിക്കറിയാമായിരുന്നു 3 വയസ്സിൽ. ചെറിയ ചെറിയ സ്വീറ്റ്സ് ഒക്കെ വിൽക്കാൻ അറിയാം. വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ ബാക്കിയുള്ള എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എല്ലാവരും ഉച്ചയ്ക്ക് ഒരു ജോലിക്കാരി, എല്ലാവർക്കും സ്കൂളിൽ ഭക്ഷണം കൊണ്ടുപോകുന്ന ലേഡി, ഒരു കുട്ടയ്ക്കകത്ത് ഇങ്ങനെ നിറയെ ബാമ്പുവിൻ്റെ ഒരു കുട്ടയ്ക്കകത്ത്, അങ്ങനെ അന്നേരം അതിനകം അമ്മ ഈ 5 പേർക്ക് ഭക്ഷണം റെഡിയാക്കണം. അപ്പം അമ്മ അടുക്കളയിലായിരിക്കും, ഞാൻ കടയിലിരിക്കുന്നതിന് ഞാൻ തെളിവെന്ന് പോലെ ഞാൻ എല്ലാ പാട്ടുകളും പാടിക്കൊണ്ടിരിക്കണം. പള്ളി പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ തമിഴിലും മലയാളത്തിലും എല്ലാം ഞാനിങ്ങനെ പള്ളിപ്പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പം അമ്മ അകത്തുനിന്ന് അതിന് അഭിപ്രായം പറയും ഓരോന്നും. അങ്ങനെ കച്ചവടം, ചെറിയ ചെറിയ കച്ചവടവും ചെയ്യും, പാട്ടും പാടും. അങ്ങനെ ചേച്ചിമാർ, ഒരു ബ്രദർ, 4 സിസ്റ്റേഴ്സാണ്. അവരെല്ലാവരുടെയും വരവും കാത്ത് ഞാനിരിക്കും. അതിൻ്റെ ഇടയിൽ അവർ ഇട്ടിട്ട് പോയിട്ടുള്ള പഴയ ബുക്സുകൾ പഠിച്ച് തീർന്ന്, ആ ബുക്സിൻ്റെ എല്ലാം വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും മറിച്ച് നോക്കി അതിൻ്റെ പടം നോക്കി കഥകളെല്ലാം മനസ്സിലാക്കും, സംശയം കുറിച്ച് വെക്കും. അവർ വരുമ്പം അവരുടെ ഒഴിവ് സമയത്ത് ഈ കഥകൾ എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് പറയും. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ വായനാശീലം, വായിക്കാൻ അറിയില്ലെങ്കിലും പുസ്തകം എടുത്ത് മറിച്ച് നോക്കാനും, അതേപോലെ പാട്ട് പാടാനും, അതുപോലെ തന്നെ വീട്ടിൽ അമ്മയെ കുടുംബത്തിൽ സഹായിക്കാനും എല്ലാം തന്നെ 3 വയസ്സ് തൊട്ടേ എനിക്ക് അറിയാമായിരുന്നു. വളരെ വളരെ ബ്യൂട്ടിഫുൾ. പക്ഷേ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചതെങ്കിലും, പപ്പ എച്ചയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു വരുമാനത്തിലാണ് ജീവിച്ചതെങ്കിലും വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബം. ഒരു കുഞ്ഞു മുറിയിലാണ് എല്ലാവരും നിരന്ന് ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്ന, കൊതുകുവലയും കെട്ടി. പക്ഷേ ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ ഒരു പപ്പ എന്തെങ്കിലുമൊക്കെ ഓഫീസിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പം പപ്പ ശരിക്കും പറഞ്ഞാൽ ഒരു VIP എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പപ്പ വീട്ടിൽ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കതിനുള്ള അറിവില്ല ഉൾക്കൊള്ളാനായിട്ട്. പപ്പ PRO ഇരിക്കുമ്പോൾ എക്സിബിഷൻസ് നടത്തുമ്പം വരുന്ന VIPസിൻ്റെ കാര്യമൊക്കെ പറയും. YV ചവാൻ, VP സിംഗ്, രാജീവ് ഗാന്ധി, മൊറാർജി ദേശായി, അതുപോലെ തന്നെ ടെൻസിംഗ്, പർവ്വതം കയറിയ ഹിമാലയൻ പർവ്വതം കയറിയ ടെൻസിങ്ങിൻ്റെ കൂടെയുള്ള ചിത്രം. അങ്ങനെ വലിയ വലിയ VIPസിൻ്റെ കാര്യം പറയുമ്പോഴും നമുക്കൊന്നും അറിയില്ല, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴാണ് അതിൻ്റെ വിലയെല്ലാം മനസ്സിലാക്കി ദുഃഖിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു VIPയുടെ ആളായിട്ട് പപ്പായ ആ രീതിയിലുള്ള ആദരവ് നമ്മൾ നൽകിയില്ല എന്നൊരു ചിന്തയുണ്ട്. എന്തായാലും
വളരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ കൊണ്ടുവരുന്ന ഒരു എക്സിബിഷനോ എന്തെങ്കിലും നടത്തി ഓഫീസിലൊരു പാർട്ടി നടത്തിയാൽ അതിൻ്റെ ബാക്കി വരുന്ന ഒരു പാക്കറ്റ് ആയിരിക്കും പപ്പ ഒരു പൊതിഞ്ഞുകൊണ്ട് വരുന്നത്. അതിനകത്ത് ചില ഐറ്റംസ് ചിലത് വലുതായിരിക്കും, എങ്കിലും ഈക്വലായിട്ട് ഞങ്ങൾ 6 മക്കൾക്കും പപ്പ 8 ഷെയറായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇളയാൾക്ക് കൂടുതലൊന്നോ മൂത്താൾക്ക് കൂടുതലോ ഒന്നുമില്ല, ഏതൊരു ഐറ്റവും കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ 8 പീസസ് ആക്കി, അങ്ങനെ ആ ഒരു ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കാത്ത രീതിയിലുള്ള ആ ഒരു വളർന്ന രീതി നമ്മൾ ജീവിതത്തിൽ ഇപ്പം ഒത്തിരി കാര്യങ്ങളിൽ മമ്മാടെയും പപ്പാടെയും സ്വഭാവ സവിശേഷതകളാണ് നമ്മളിപ്പം മാതൃകയാക്കി മാറ്റിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ നഗരജീവിതം അല്ലേ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയൊരു നഗരമാണ് അല്ലേ. അപ്പോൾ ആ ഒരു നഗര ജീവിതം എനിക്ക് തോന്നുന്നു വലിയൊരു ഫോർമേഷൻ അല്ലേ, ഒരു വ്യക്തിത്വ ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നത് ഒരു റിമോട്ട് ഏരിയ തന്നെയായിരുന്നു. ഓക്കെ. കാര്യം അന്ന് എച്ച് അന്ന് ഡെവലപ്പ് ആയിട്ടൊന്നുമില്ല, സ്വന്തമായിട്ടുള്ള വീടുകളുള്ളത് തന്നെ കുറവാണ്. ഒത്തിരി പേരും ഞങ്ങളുടെ അവിടെ ഇസ്ലാംപൂർ എന്ന് പറഞ്ഞ് മുസ്ലിം കമ്മ്യൂണിറ്റി ഭാഷ ലൈൻ എന്നൊക്കെ പറഞ്ഞ് ഭാഷ പിടിച്ചു വെച്ചിട്ടുള്ള ഒരു ലൈനും ഒക്കെ, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ പേര് അന്ന് ശരിക്കും പറയുക ഒരു കോളനി പോലെയാണ്. ശക്തികുളങ്ങരയിലുള്ള കുറേ പേര് മൈഗ്രേറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ പോയി ബ്രിട്ടീഷുകാരുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം ജോലി കിട്ടിയിട്ടുണ്ട്. പപ്പായ്ക്ക് എച്ച് ജോലി കിട്ടിയിട്ട് പപ്പ കുറേ പേരെ സഹായിച്ച് കുറേ പേർക്ക് അവിടെ ജോലി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചുറ്റുപാടും താമസിക്കുമ്പോൾ കുറേ പേര് വാടകക്കാരായിട്ട് വന്ന് താമസിക്കുന്നത് എല്ലാം ശക്തികുളങ്ങരക്കാരാണ്. അവർ വൈകിട്ടാകുമ്പോഴത്തേക്ക് കൊന്ത പഠിച്ച് എല്ലാവരും വീട്ടിൽ കൊന്ത പഠിക്കും. അത് കൊന്ത ചൊല്ലി കഴിഞ്ഞിട്ട് കുറേ പേര് നമ്മുടെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് അവർ കുറേ പേര് അമ്മായും പപ്പേനെ കഴിഞ്ഞ് ജൂനിയേഴ്സാണ്. അപ്പോൾ അവർക്ക് നാട്ടിലെ പുതിയ പാട്ടുകളെല്ലാം അറിയാം. അപ്പോൾ അവർ നമ്മുടെ വീടുകളിൽ വന്നിരുന്ന് അവർ പള്ളിപ്പാട്ടെല്ലാം പുതിയത് പാടും. അത് കേട്ട് ഞങ്ങൾ പഠിക്കും. അങ്ങനെ ഭയങ്കര സൗഹാർദ്ദം. ശരിക്കും പപ്പ മമ്മ എല്ലാവരുടെയും ഗോഡ് ഫാദർ ഗോഡ് മദർ ആയിരുന്നു എന്ന് തോന്നിപ്പോവും. എല്ലാ അയൽക്കാരും ശക്തികുളങ്ങരയിൽ നിന്ന് വന്ന് സെറ്റിൽ ചെയ്തവരെല്ലാം നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ശരിക്കും നല്ല സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വളർന്നത്. എനിക്ക് തോന്നുന്നു അത് കണക്ക് തന്നെ ഈ പുസ്തകങ്ങൾ, ഒരു മെട്രോ നഗരമായതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ ലഭ്യതയൊക്കെ കുറേ സഹായിച്ചു കാണും, വായിക്കാനും ഒക്കെ അല്ലേ, അടിത്തറ പാകാനായിട്ട്. ആക്ച്വലി പരിമിതമായ ഇൻകം അല്ലേ ഉള്ളൂ. ഒരാളുടെ ഇൻകമിലാണ് നമ്മളെല്ലാവരെയും ഫ്രീ ആയിട്ട് പഠിക്കുന്ന സ്കൂളുകളുണ്ടെങ്കിലും ഫീസ് കൊടുത്ത് പഠിച്ച സ്കൂൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. കാര്യം അമ്മ കുറച്ചേ പഠിച്ചിട്ടുള്ളെങ്കിലും ബ്രിട്ടീഷുകാരുടെ സ്കൂളിലാണ് അമ്മ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു അമ്മയ്ക്ക് ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പായും അതേപോലെ തന്നെ PRO ആയിട്ട് പണി ചെയ്തതുകൊണ്ട് കുറേയൊക്കെ സംസാരിക്കുന്നതും എഴുതുന്നതും എല്ലാം തന്നെയും ഇംഗ്ലീഷിലായിരുന്നു. പക്ഷേ എന്നാലും അമ്മയ്ക്ക് നിർബന്ധമാണ് മാതൃഭാഷ സംസാരിച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ ആരും തന്നെ മലയാള അക്ഷരങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും മലയാളം ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ മലയാളത്തിൽ ഞങ്ങൾ സംസാരിക്കുന്ന മലയാളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ശുദ്ധിയില്ലായിരുന്നു. അതായത് ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് സ്ഫുടതയില്ലായിരുന്നു. പല വാക്കുകളും തെറ്റാണ്. തമിഴും കന്നഡയും തെലുങ്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മലയാളമായിരുന്നു. എങ്കിലും അത് മലയാളം മമ്മ നിർബന്ധപൂർവ്വം മാതൃഭാഷ സംസാരിക്കാവുന്നു. കാര്യം അവിടെ ബാംഗ്ലൂരിൽ പോയി സെറ്റിൽ ചെയ്ത ഒരുപാട് പേരും തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ അന്നുണ്ടായിരുന്നു, കന്നഡ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് വീടുകളിൽ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും മലയാളം സംസാരിക്കണമെന്നാണ്. അപ്പം അമ്മയ്ക്ക് അത് മാത്രമൊന്നുമല്ല, ഒരാളെങ്കിലും മലയാളം പഠിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. 10 വയസ്സായപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് കേരളത്തിൽ സെറ്റിൽ ചെയ്തപ്പോൾ ഞാൻ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആണെങ്കിലും ഒരു കമ്പൽസറി ആയിട്ട് മലയാളം പഠിക്കണമെന്ന് സെയിൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ മലയാളം 10 വയസ്സിലാണ് മലയാള അക്ഷരങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനു മുൻപ് ബുക്സ് എന്ന് പറയുമ്പോൾ അമ്മ കർമ്മല കുസുമം എന്ന് പറഞ്ഞൊരു മാസിക മാത്രം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലെ കഥകളെല്ലാം അന്ന് തന്നെ ഈ ബ്യൂട്ടി ടിപ്സും എല്ലാം തന്നെ അതിൽ വരും. അപ്പോൾ ചെറുനാരങ്ങ മുഖത്ത് തേക്കണം, തക്കാളി നീര് തേക്കണം, ഇങ്ങനെയൊക്കെ അമ്മ അത് വായിച്ച് കേൾപ്പിച്ചൊക്കെ തരുന്നത്. ചീര എന്നും കഴിക്കണം, എങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ ഓർക്കണം. അമ്മ ആക്ച്വലി ഈ എല്ലാം തന്നെ എല്ലാ അറിവുകളും വായനയിലൂടെയായിരുന്നു അമ്മ നേടിക്കൊണ്ടിരുന്നത്. എല്ലാ പണി കഴിയുമ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് വിശ്രമിക്കുന്ന ആ സമയത്ത് ഞാൻ കൂടെയുണ്ട്. സ്കൂളിൽ ചേർന്നിട്ടില്ലല്ലോ, 5 വയസ്സ് വരെ. അപ്പം അമ്മയുടെ കൂടുതൽ ആ ഒരു ലവ് പ്രസൻസും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പേഴ്സൺ ഞാനാണെന്ന് തോന്നുന്നു. കാര്യം നാട്ടിൽ പിന്നെ 10 വയസ്സായപ്പോൾ വന്നപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതലും അമ്മയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. നാട്ടിൽ സിനിമ കാണാൻ പോകുന്നതും മലയാള സിനിമ കാണാൻ പോകുന്നതും റേഡിയോയിൽ മലയാള പാട്ടുകൾ കേൾക്കുന്നതും ഇതെല്ലാം തന്നെ അമ്മയായിട്ടുള്ള മെമ്മറീസാണ് എനിക്ക് കൂടുതലും. ഒരുപാട് എൻ്റെ ലൈഫിൽ ഒത്തിരി വേർച്യൂസ് എനിക്ക് ഉണ്ടായത് ദാനശീലം, അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ പറയരുത്, പിന്നെ സത്യത്തിന് കൂടെ നിൽക്കണം, അതിനുവേണ്ടി പൊരുതണം. അമ്മ ഒരു വിപ്ലവകാരി ഒന്നും അല്ലെങ്കിലും സ്പിരിച്വാലിറ്റിയിൽ വെച്ച് നമ്മൾ നല്ല ജീവിതം ജീവിക്കണം, സോൾജേഴ്സ് ഓഫ് ഗോഡാണ് നമ്മൾ എന്ന് പറഞ്ഞു തരുന്ന ഒരു അമ്മയാണ്. എല്ലാ ഓൾ സെയിൻസിൻ്റെ എല്ലാ കഥകളും പറഞ്ഞു തരുമായിരുന്നു. എനിക്കതുകൊണ്ട് ഒരുപാട് സെയിൻസിൻ്റെ കഥകളെല്ലാം അറിയാം. പിന്നെ എൻ്റെ പേര് എങ്ങനെയാണ് ഇട്ടത്, ബിബ്ലിക്കൽ നെയിംസ് ആണ്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയർ. സാറ്റർഡേസ് നൊവേനയ്ക്ക് പൊയ്ക്കോണം,
അങ്ങനെ ഒരുപാട് റിലീജിയസ് പള്ളിയിൽ പോയി ഫുൾ ടൈം ഇരിക്കുന്ന ഒരു ലേഡി അല്ലായിരുന്നെങ്കിലും പക്ഷെ നമ്മൾ ശരിക്കും ആരും തന്നെ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാതെ നന്മയുടെയും നേരിൻ്റെയും പാതയിലൂടെ ജീവിക്കുന്ന ആൾക്കാരായി മാറണം എന്നുള്ള രീതിയിൽ ആ ഒരു ഇത് തന്നത് ഞങ്ങൾ 6 മക്കൾക്കും ഉണ്ടായി. അതിന് ഞങ്ങൾ ഇത്രയും നല്ല പേരൻസിനെ കിട്ടിയതിൽ ഞങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്, ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ. അപ്പം ഈ പെട്ടെന്ന് അല്ലേ ഞാൻ ആ ഒരു കാലഘട്ടം ഇങ്ങനെ കുട്ടിക്കാലം തന്നെ പറഞ്ഞു പോയ ഒരു നഗരത്തിൽ ജീവിച്ചു, പിന്നെ നമ്മൾ കൊല്ലം എന്ന് പറഞ്ഞ സ്മോൾ ടൗൺ അല്ലേ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ അത് കോപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതെങ്ങനെ വളരെ വളരെ വൈഡ് ഡിഫറൻസ് ആണ്. ബിക്കോസ് ബാംഗ്ലൂരിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു തെങ്ങ് കണ്ടിട്ടില്ല, കടൽ കായൽ കണ്ടിട്ടില്ല, ബോട്ട് എന്താണെന്ന് അറിയില്ല, പാലം എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ കൃഷിയൊക്കെ ചെയ്യുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ ചോളം, പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി പോകുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സിൻ്റെ തോട്ടം ഉണ്ടാകും, പേരയ്ക്ക, ആപ്പിളും എല്ലാം തന്നെയും അടുത്തുള്ള തോട്ടങ്ങളും. പോകുന്ന വഴിയെല്ലാം തന്നെയും ഈ ചോളമൊക്കെയാണ്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും ചോളമൊക്കെ പറിച്ച് തിന്നിട്ടൊക്കെയാണ് 2 കിലോമീറ്ററോളം നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അത് ഞങ്ങൾ അവിടെ പരിസരത്തുള്ള എല്ലാവരുമായിട്ട് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് കേരളം ശരിക്കും പറഞ്ഞ ഒരു സ്വർഗം പോലെയാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് എന്ത് മനോഹരമായ കടലും പിന്നെ കായലും ബോട്ടുകളും പാലവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മലയാളം ശരിക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എല്ലാ മരങ്ങളെയും മരം എന്നാണ് പറയുന്നത്. അപ്പോൾ തേങ്ങാമരം, ചക്കമരം, മാങ്ങാമരം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കസിൻസിനൊക്കെ കളിയാക്കാനായിട്ട് നല്ല വക ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഞാൻ. പിന്നെ അതുപോലെ തന്നെ മലയാളം സ്ഫുടത ഇല്ലാത്ത മലയാളമുണ്ട്, അവിടെ എന്ന് പറയാനിടയില്ല, അല്ല അവിടെ എന്നേ പറയുള്ളൂ. അപ്പം കസിൻസൊക്കെ മനഃപൂർവ്വം സംസാരിക്കാൻ പറയും, ഇതോ അവിടെ അതെന്താ കാണുന്ന, അപ്പോൾ ലവിടെയോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും പൊട്ടിച്ചിരിക്കുക. എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. എൻ്റെ ഈ പൊട്ടത്തെറ്റുകളും എല്ലാം കേട്ട് നാട്ടിലുള്ള കസിൻസും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നല്ല എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മലയാളമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാൻ എന്തുമാത്രം തെറ്റുകൾ പറഞ്ഞു പഠിച്ചത്. ഇപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് ഷാ എന്നുള്ള വാക്ക് പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ ഒരു ഷായേ പറയാറുള്ളൂ, മഷിയുടെ ഷാ ആണ് ഞാൻ പറയുന്നത്. കാര്യം ബാംഗ്ലൂരിൽ പഠിച്ചപ്പോൾ നമ്മൾ തമിഴിലും ഹിന്ദിയിലൊക്കെ യാരാലാവ ഷാ ഒരു ഷായേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പാടുമ്പോഴും അഭിനയിക്കാൻ പോകുമ്പോഴും എല്ലാം തന്നെ ഇപ്പം എൻ്റെ ഷാ പ്രൊണൗൺസിയേഷൻ ഒരു പ്രോബ്ലമാണ്. പക്ഷേ എനിക്കത് തിരുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചിലതെല്ലാം അങ്ങ് ഉറച്ചു പോയി. എന്നാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുകയാണ്. ആ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ് തന്നെ എനിക്കൊരു ബുക്ക് എഴുതണമെങ്കിൽ എൻ്റെ 10 വയസ്സ് വരെയുള്ള കഥകൾ എഴുതാനുണ്ട്. അന്ന് ആദ്യമായിട്ട് സ്കൂളിൽ ചേർന്നതും പോയതും ഫ്രണ്ട്സും പരിസരത്തുള്ളവരും നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പം ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, ഉറുദു എല്ലാ ഭാഷയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നത്. നമ്മൾ കളികൾ കളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം തന്നെ പല പല വ്യത്യസ്തമായ കളി. അതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിലോട്ട് വന്നു. അപ്പം സ്വന്തമായിട്ട് നമുക്ക് സ്ഥലമുള്ളപ്പം അതിൽ തേങ്ങാമരങ്ങൾ, നമ്മുടെ വീട്ടിലെ തേങ്ങ, ഇതൊക്കെ പറയും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാം, ഈ തേങ്ങാമരം നമ്മുടെയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം തെങ്ങെന്നുള്ള വാക്ക് തന്നെ പഠിക്കാനായിട്ട് വളരെ വൈകിയാണ്. അങ്ങനെ കസിൻസിൻ്റെ കൂടെയൊക്കെ കടലിൽ പോയി, വളരെ ശാന്തമായിട്ടുള്ള കടലുകളാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ശംഖുമുഖം കടലിൽ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശക്തികുളങ്ങരയിലെ കടലിന് ശാന്തതയുണ്ട്, നമുക്ക് കുറേ ഉള്ളിലോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകാം. അതെ, ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ അന്നിങ്ങനെ ഇറങ്ങിപ്പോവും. എന്നിട്ട് നമ്മൾ ശംഖു പറക്കും, ചിപ്പി കുത്തി ഇളക്കാനായിട്ട് പോകും. ശംഖിനെ കൊണ്ടുവന്ന് വീട്ടിൽ കടലിലെ വെള്ളവും കൂടെ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അതിനെന്തോ അത് മണ്ണ് കൗട്ടിക്കളയണമെന്നൊരു പ്രോസസ്സുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പുഴുങ്ങിയിട്ട് ആപ്പാട് ഇത്തിരി ഒരു സാധനം അതിനകത്ത് ഉണ്ടാവുള്ളൂ, പിന്ന് വെച്ച് കുത്തിയെടുത്ത് വേണം കഴിക്കാൻ. അപ്പോൾ ആ പിന്നിൻ്റെ ആ മുനയിൽ കൊള്ളാവുന്ന അത്രയും സാധനം കുത്തിയെടുത്താലേ ഒരു വായിൽ കൊള്ളാവുന്ന രീതിയിൽ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചിപ്പിയൊക്കെ അന്നത്തെ കാലത്ത് ആരും ശക്തിയുള്ളവരക്കാർ കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനെല്ലാം കഴുകി വെളിയിൽ അടുപ്പ് കൂട്ടി പുഴുങ്ങി അത് കഴിക്കുന്നതൊക്കെ എൻജോയ് ചെയ്യുന്നതൊക്കെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. എനിക്കൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കസിൻസ് ആണെങ്കിൽ ചൂണ്ടയിടും, ആ മീൻ കൊണ്ടുവന്ന് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് അവരത് കട്ട് ചെയ്യും, പിന്നെ അരപ്പ് തേച്ച് അത് പൊരിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് അങ്ങനെ കിട്ടുന്നത്, മീൻ സെലക്ട് ചെയ്തൊക്കെ, പിന്നെ ഇന്ന മീൻ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഇതെല്ലാം തന്നെ എനിക്ക് എല്ലാ മീനുകളുടെ പേരറിയാം, എല്ലാ മീനുകളുടെ ടേസ്റ്റ് അറിയാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ മീൻ എങ്ങനെയൊക്കെ കുക്ക് ചെയ്യണമെന്നറിയാം. അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ച്. അതുകൊണ്ട് കുട്ടിക്കാലത്തെക്കുറിച്ച് എഴുതണമെങ്കിൽ അഥവാ എന്തെങ്കിലും ഞാൻ എൻ്റെ ബയോഗ്രാഫി എഴുതണമെങ്കിൽ ബാംഗ്ലൂരിലെ കുട്ടിക്കാലവും കൊല്ലം ശക്തികുളങ്ങരയിലെ കുട്ടിക്കാലവും 2 ബുക്കായിട്ട് എഴുതേണ്ടി വരും. അത്രയും മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് തലയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ
ഡേയ്സ് അല്ലേ ഇവിടെ സെയിൻറ്റ് ജോസഫിൽ പഠിച്ചു. എനിക്കൊന്ന് കുറച്ച് കോളേജ് അല്ലേ, അപ്പോൾ അവിടെ വ്യത്യസ്തമായിരിക്കുമല്ലോ അല്ലേ, മറ്റ് പെൺകുട്ടികളൊക്കെ കാണുന്നത് ഒരു അല്ലേ, എനിക്കൊന്ന് കുറച്ചും കൂടെ എക്സ്ട്രോവേർട്ട് ആയിരുന്നിരിക്കും. ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ തന്നെ സ്റ്റേജിലേക്ക് ആളായിരുന്നു. എപ്പോഴും ഞാൻ മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്, പാട്ട്, ഡാൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു വേദി ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ഉണ്ട്. പക്ഷേ നമുക്ക് ബോയ്സ് വലിയൊരു പ്രശ്നമായിരുന്നു. എപ്പോൾ നോക്കിയാലും കമൻ്റ് അടിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകാറുണ്ട്. കാര്യം പുറത്ത് എത്ര ബോൾഡായിട്ട് എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നടക്കുന്നെങ്കിൽ പോലും ഉള്ളിൽ ഈ ആമ്പിളരുടെ കമൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട്. ഒന്നാമത് പെൺകുട്ടികൾ മാത്രം പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതിൽ നിന്ന് കോ എഡ്യൂക്കേഷനിലോട്ട് പോകുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാർമൽ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ കാർമൽ ഹോസ്റ്റലിൽ ഞങ്ങളുടേതായ ഒരു ഫുൾ ഫ്രീഡം ഉണ്ട്. സിസ്റ്റേഴ്സാണ് നടത്തുന്നെങ്കിൽ പോലും നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹോസ്റ്റൽ ഡേ അവിടെ പ്രോഗ്രാമും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ലൈവ്ലി ആയിട്ടാണ്. ഹോസ്റ്റൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സാണ്. അപ്പോൾ കോളേജിൽ നമുക്ക് വരുമ്പോൾ ഒരു പേടിയുണ്ട്. കാര്യം അവരിങ്ങനെ നിരന്ന് നിൽക്കും ബോയ്സ് എല്ലാം കൂടെ. പ്രത്യേകിച്ച് ആ ഒരു മരം, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മരം ഉണ്ട് ഇപ്പോഴും ഫ്രണ്ടിൽ. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ആണുങ്ങളെല്ലാവരും കൂടെ നിരന്നിരിക്കുമ്പം അവരുടെ ഫ്രണ്ടിൽ കൂടെ നടന്ന് വരാനൊക്കെ ഒരു പേടിയാണ്. ഉറപ്പായിട്ടും കമൻസ് പറയും. പിന്നെ മനഃപൂർവ്വം എനിക്ക് ധൈര്യം വരാൻ വേണ്ടി എൻ്റെ കസിൻ പോൾ മരിച്ചുപോയി. പോള് പറയും ഇങ്ങനെ പേടി തൊണ്ടയായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് മനഃപൂർവ്വം എന്നെ കളിയാക്കിപ്പിക്കും. കാര്യം അങ്ങനെയൊക്കെ ശീലിച്ചിട്ട് വേണം സ്ട്രോങ് ആവാൻ പറഞ്ഞൊരു മാനസികമായിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മനഃശാസ്ത്രം മാസികയും കൊണ്ടുവരും എല്ലാ മാസവും. ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അവനിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ഒരു വക്കീലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ വായിക്കൂ, തൻ്റെ ഇടം വരണം, എല്ലാം നേരിടണം എന്ന് പറഞ്ഞു. അവൻ ഫ്രണ്ട്സും കൂടെ സെയിൻറ്റ് തോമസ് ഹോസ്റ്റലിലെ ജനലിൽ കൂടെ ഭയങ്കരമായിട്ട് എന്നെ വിളിച്ച് കളിയാക്കും. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അന്നത്തെ കാലത്ത് ഒരേപോലത്തെ ഡ്രസ്സ് ഇടുന്ന സ്വഭാവമാണ്. അപ്പോൾ ഞങ്ങൾ സെയിം ഡ്രസ്സ്, ഒരേ തുണി, ഒരേ കളറൊക്കെ ഇട്ടിട്ട് പോകുമ്പം എടി മാച്ചിങ്ങേ എന്ന് പറഞ്ഞ് ജനലിൽ കൂടെ വിളിച്ചു കൂവിയിട്ട് ഏത് റേഷൻ കടയിൽ തുണിയാടിയിൽ നിന്ന് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിപ്പിക്കും ബോയ്സിനെ കൊണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇത്രയും ചമ്മലും നാണം കെട്ട് ഞങ്ങൾ വലിയ കാര്യത്തിൽ വെസ്റ്റേൺ ഡ്രസ്സ് പോലെയൊക്കെയാണ് തയ്പ്പിച്ച് അടിപൊളിയായിട്ടാണ് നടന്നു വരുന്നത്. അതെ അന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ ഞങ്ങൾ താരങ്ങളാണ്. ഞങ്ങൾ കുറച്ച് പേര്, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ആശ, അജിത, ജയമോൾ, ജെ സ്ക്വയർഡ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവരിപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരുമ്പം എൻ്റെ ഈ കസിനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഇതുപോലെ ഉറക്കെ വിളിച്ചു കൂവി കളിയാക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡാൻസ് ചെയ്യും സ്റ്റേജിൽ, ഓഡിറ്റോറിയത്തിൽ. അന്നേരം ഏറ്റവും കൂടുതൽ കൂവാനായിട്ട് ഇവനും ഇവൻ്റെ ഫ്രണ്ട്സുമാണ് കൂവുമ്പോൾ ഭയങ്കര ഞങ്ങൾക്ക് തൊലി പൊളിയുന്ന പോലെയാണ് തോന്നിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ കലയോടുള്ള ആ ഒരു ശരിക്കും ആ ഒരു അഭിരുചി, ആ വാസന കാരണം ഞങ്ങൾ വീണ്ടും വീണ്ടും എപ്പോഴും ഡാൻസ് ചെയ്യും, നാടകം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബികോം ആയപ്പോൾ കുറെ കൂടെ തൻ്റെ ഇടമായി. പിന്നെ അപ്പോഴത്തേക്ക് ഫാത്തിമ തന്നെയാണ്. ഞാൻ കോമേഴ്സ് ആയിരുന്നു. അത് കോമേഴ്സ് എന്ന് പറയുമ്പോൾ റോയൽ കോമേഴ്സ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ കോമേഴ്സ് ഡേ ഉണ്ട്. അന്ന് കാളവണ്ടിയിലെല്ലാം നിറച്ച് നമ്മുടെ ഈ കോളേജിലെ ഈ കോമേഴ്സ് ബോയ്സ് വെള്ള ജുബയും മുണ്ടും ഒക്കെ ധരിച്ച് കാളവണ്ടിയിൽ ചിലർ പെൺവേഷം കെട്ടിയൊക്കെ വരും. ഇതൊക്കെ കാണാനായിട്ട് ഫുൾ കോളേജ് ഇറങ്ങി നിൽക്കും. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഇതാണ്. ഞാനിങ്ങനെ സ്റ്റേജിൽ ആളുമായിരുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പം അന്നത്തെ ആ വളരുന്ന സ്റ്റേജ് ആയിരുന്നു. ഭക്ഷണത്തോട് ഭയങ്കര കൊതിയാണ് ഞങ്ങൾക്കറിയാം. പോക്കറ്റ് മണി എല്ലാം വേഗം എല്ലാ സാധനവും വാങ്ങി തിന്ന് തീർക്കും. കോളേജിൽ പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കഴിച്ച് തീർക്കുന്നതുകൊണ്ട് പിന്നെ പൈസ ഇല്ലാതിരിക്കുമ്പം നമ്മൾ NCC NSS എല്ലാം ചേർന്നിട്ടുണ്ട്. ഐക്കഫ് എല്ലാത്തിലും ചേരും. അപ്പം NCCയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് പാസ്റ്റ് ഉള്ള ദിവസം ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ കൂട്ടത്തോടെ പോയിട്ട് ബൂട്ട്സൊക്കെ ചിലപ്പം കെട്ടി വെച്ചിരിക്കുന്നത് 2 റൈറ്റ് ലെഗിലായിരിക്കും, 2 ലെഫ്റ്റ് ലെഗിലായിരിക്കും. എന്നിട്ട് ഞങ്ങൾ പാടുവിട്ട് അത് ഇടും. ഭയങ്കര ഹെവി റെഡ് കളർ ബൂട്ട്സാണ്. എന്നിട്ട് തളവളാന്ന് കിടക്കുന്ന യൂണിഫോം ഇട്ട് മാർച്ച് ചെയ്ത് കാണിച്ച് അവസാനം നമുക്ക് പൊറോട്ടയും ബീഫും തരും, പിന്നെ ഏത്തപ്പഴവും. അപ്പോൾ ഇത് തിന്നാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ചാടി ഈ പരിപാടികൾക്കെല്ലാം പോകുമായിരുന്നു. അന്നേ ഈ
നമ്മുടെ ഈ എഴുത്തിന്റെ കാര്യം പറയുമ്പോൾ അന്നേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഈ വായനയുടെ ആക്ച്വലി എനിക്ക് ആ എഴുത്തിന്റെ? കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. കാര്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നല്ല കോമ്പസിഷനൊക്കെ ഇംഗ്ലീഷിൽ എഴുതും. അത് എഴുതാനുള്ള കഴിവാണെന്ന് സ്കൂളിൽ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്ത് ഞാൻ പഠിച്ച ആ സ്കൂളിൽ ഈ ലിറ്റററി കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഞാൻ ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ടും ഡാൻസും ഡ്രാമ ഒക്കെ ചെയ്യും, പാട്ടും ഒക്കെ ഇതെല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ലിറ്റററി കോൺടെസ്റ്റ് വെച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് കഥയോ കവിതയോ ഒന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും എനിക്ക് എഴുതാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ ഓട്ടോഗ്രാഫി എഴുതി കൊടുക്കും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കൊക്കെ ലവ് ലെറ്റേഴ്സ് എഴുതി കൊടുക്കും. കാര്യം കുറേ പേർക്കൊക്കെ ഇംഗ്ലീഷിൽ ലവ് ലെറ്റർ എഴുതിയാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പം ഒത്തിരി പേർക്ക് ലവ് ലെറ്റേഴ്സ് എഴുതി കൊടുക്കുന്ന ഞാനാണ്. അപ്പോൾ ഇതെല്ലാം എഴുതാനുള്ള കഴിവാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കും ഇല്ല, ആർക്കും ഇല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ്, എന്നിട്ട് എൻ്റെ ഡയറി ഞാൻ എടുത്ത് നോക്കും. ഇപ്പോഴും ഞാൻ ഡയറി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു 15-16 വയസ്സിലൊക്കെ ഇഷ്ടംപോലെ കവിതകൾ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ഇത് കവിതകളാണ്, അതിന് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കാനോ അത് പറഞ്ഞു തരാനോ ആരും ഉണ്ടായില്ല. വീട്ടിൽ പൊതുവേ എല്ലാവരും സ്ക്രൈപ്പ് ബുക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും പലതും എഴുതാറുണ്ട്. കാർട്ടൂൺ കവിതയും കവിതയൊക്കെ എൻ്റെ വീട്ടിലെല്ലാവരും ചെയ്യാറുണ്ട്. അതുപോലെ ഞാനും ചെയ്യുന്നു, അത്രയേ ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ഓർക്കുമ്പം ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു എൻകറേജ്മെൻറ്റ് അതൊരു സൗഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കണക്കാക്കാം. അന്ന് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇതിനേക്കാളുമൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു പോയേനെ, ഒരുപാട് രീതിയിൽ. പക്ഷെ എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഏജസ് ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടെങ്കിലും എനിക്കിത് പുറത്ത് കൊണ്ടുവരാനുള്ള അവസരം ലഭിച്ചു. ആ കാലത്ത് സ്റ്റേജിലൊക്കെ അല്ലെങ്കിൽ ഫാഷൻ ഷോകളൊക്കെ ഇപ്പോൾ ഒത്തിരി പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ റെസ്യൂമിൽ ഞാൻ കണ്ട്. അപ്പോൾ അന്നേ അതൊക്കെ ആരംഭിച്ചിരുന്നു. ആക്ച്വലി ഫാഷൻ ഷോസ് എന്നൊക്കെ പറയുന്നത് ഈ ഫാഷൻ ടി വി വന്നതിന് ശേഷം ഇത് കാണാനിടയായി. അപ്പോൾ ഞാൻ പൊതുവെ ഒരുക്കക്കാരിയായിരുന്നു. കാര്യം എൻ്റെ മൂത്തത് 4 ചേച്ചിമാർ എന്നെ ഒരുക്കും. എന്നിലാണ് എല്ലാ പരീക്ഷണങ്ങളും അവർ നടത്തുന്നത്. അവരൊക്കെ സിമ്പിളാണ്, പക്ഷേ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടത്തുന്ന എന്നിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുക്കക്കാരിയായിട്ട് തന്നെ തുടർന്നു. പിന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തപ്പം ഞാൻ എൻ്റെ ചേച്ചിമാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് പൊട്ടും വളയും മാലയും കമ്മലും എല്ലാം സന്തോഷിപ്പിക്കാൻ വാങ്ങിച്ചു തരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ഒരുക്കക്കാരിയായി. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ 9th and 10th ഒക്കെ തങ്കശ്ശേരി ഹൗസ് ബോർഡിങ്ങിൽ നിന്നു. അപ്പോൾ അതുകൊണ്ട് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസും കൂടെ എനിക്ക് വന്നു, നമ്മുടെ ഡ്രസ്സിങ്ങിലും ടോക്ക് എല്ലാത്തിലും. കാര്യം അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാവുള്ളൂ ബോർഡിങ്ങിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയി എല്ലാ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കൂടെ കൂടിയപ്പം. പിന്നെ അവിടെ നിൽക്കുന്ന ബോർഡേഴ്സ് കൂടുതലും മൗണ്ട് കാമറിലെ കൂട്ടുകാരികളായിരുന്നു. അപ്പോൾ അവർ സ്കൂളിലെ പ്രോഗ്രാംസ് എല്ലാം കാണാൻ പോകും. അങ്ങനെ എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് കുറേ കൂടെ വർദ്ധിച്ചു. അങ്ങനെ എനിക്ക് കുട്ടിക്കാലം മുതലേ വായിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും കുറേ കൂടെ നമ്മൾ ആ ഒരു ടീനേജ് സമയത്ത് ലൈക്ക് മിൽസൺ ബൂൺ അങ്ങനത്തെയൊക്കെ വായിക്കാനായിട്ട്, ബാർബറ കാട്ട്ലൻ അങ്ങനത്തെയൊക്കെ ബുക്സൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ കൂടെ എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്കിനി സർവീസിലോട്ട് വരാം. ഓഫീസിലോട്ട് അതെങ്ങനെയായിരുന്നു? PSC എഴുതി വീട്ടിലെ അമ്മ ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ട്. അതായത് ഉദ്യോഗസ്ഥ ആയിക്കോണം, ഒരു കസേര കരസ്ഥമാക്കിയാൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവൂന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനുള്ള ആ ഒരു തയ്യാറെടുപ്പായി 18 വയസ്സായപ്പോഴേ. ബ്രദറാണ് ആപ്ലിക്കേഷനൊക്കെ എനിക്ക് ആദ്യം വാങ്ങിച്ചുകൊണ്ടു തന്നത്. അങ്ങനെ അതുപോലെ തന്നെ അതിനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഗൈഡ്. അപ്പോൾ വായനാശീലം ഉള്ളതുകൊണ്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ വായിക്കും. അപ്പം ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ അതിശയം തോന്നി. ഞാൻ 18 വയസ്സിൽ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി, 19 വയസ്സിൽ സ്റ്റാഫ് സെലക്ഷൻ എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റിന്, സ്കിൽ ടെസ്റ്റിന് പോയപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് നന്നായിട്ട് അറിയാം. കാര്യം ഞാൻ ബാംഗ്ലൂരിൽ 15 വയസ്സ് കഴിഞ്ഞ് വെക്കേഷന് പോയപ്പോഴേ പപ്പ എന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വിട്ടു. അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും ഷോർട്ട് ആൻഡ് ഏറെക്കുറെയൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ സ്കിൽ ടെസ്റ്റിന് ഞാൻ പോയപ്പോൾ എനിക്കറിയില്ലായിരുന്നു ആ പേപ്പറിൽ ഏറ്റവും അടിയിലായിട്ട് ആനയുടെ ചിഹ്നം എംബ്ലം അടിച്ച പേപ്പറാണ് നമുക്ക് തരുന്നത്. ഞാനങ്ങ് പേപ്പർ ഇൻസേർട്ട് ചെയ്ത് പടപടപട ടൈപ്പ് ചെയ്ത് നോക്കി പേപ്പർ കംപ്ലീറ്റ് ആയപ്പം ആന തലകുത്തനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എൻ്റെ സ്കിൽ ടെസ്റ്റ് ഞാൻ ഫെയിലായി. അപ്പോൾ വിട്ടില്ല. പിന്നെ വീണ്ടും ഞാൻ സ്റ്റാഫ് സെലക്ഷൻ വീണ്ടും ഒരു 20 വയസ്സായപ്പോൾ എഴുതി. അത് വീണ്ടും ഈ സ്കിൽ ടെസ്റ്റിന് സൂക്ഷിച്ച് ആന തലകുത്തനെ വരാതിരിക്കാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അടിച്ച് എനിക്ക് പിന്നെ BCom കഴിഞ്ഞതും എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. അങ്ങനെ ഞാൻ ഓഫീസ് ഓഫ് ദി അക്കൗണ്ടന്റ് ജനറൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായി. അതിനു മുൻപ് ഒരു ജോലി ചെയ്തു. ഞാൻ BCom കഴിഞ്ഞത് ഈ അമ്മ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് അമ്മയുടെ റിലേറ്റീവാണ് ഈ അടുത്തിടെ മരിച്ചുപോയ പീറ്റർ മുതലാളി എന്ന് പറയുന്നത്, വിൻസെന്റ് മുതലാളിയുടെ മകൻ. ഞങ്ങളുടെ മമ്മയുടെ ഫാമിലിയിലുള്ള ആയിരുന്നു വൈഫ്.
ആൻഡ്രൂ ഓസ്റ്റിൻ കുടുംബത്തിൽ. അതുകൊണ്ട് അമ്മ എൻ്റെ BCom കഴിഞ്ഞതും എന്നെ അവിടെ കൊണ്ടുപോയി മോക്കൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞതും ജോലിക്ക് കയറി അക്കൗണ്ടൻ്റായിട്ട്. അതുകൊണ്ട് ജേർണൽ ലെഡ്ജറൊക്കെ എന്തുവാണെന്ന് കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ ഉള്ളൂ. ജേർണൽ എൻട്രി എങ്ങനെ പാസ് ചെയ്യണം, പെറ്റി ക്യാഷ് എന്താണ്, ഇതൊക്കെ എനിക്ക് ക്യാഷ് ഏൽപ്പിച്ച് അന്നത്തെ പീറ്റർ ബ്രദർ എനിക്ക് ജോലി തന്നു. ഐറിൻ മേരി മകള് പുള്ളിക്കാരിയായിരുന്നു എൻ്റെ ബോസ്. കലാ കാർട്ടൺസ് ഓഷ്യാനിക്കിൽ ട്രെയിനിങ് കിട്ടി, കലാ കാർട്ടൺസിൽ ഞാൻ ജോലി ചെയ്തു. അങ്ങനെ അവിടെ ജോലി ചെയ്ത് ഒരു 11 monthsോളം ഞാൻ ജോലി, നിയർലി 1 year. അപ്പോഴാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തരുന്നത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിലേ ജോലിക്ക് കയറി. അന്ന് 800 rupees-ആണ് ശമ്പളം. ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് തിരിച്ചു വരാം, അടുത്ത് തന്നെ വീടിൻ്റെ. അപ്പോൾ ഈ 800 rupees എന്ന് പറയുന്നത് ഒരു 8000 rupees കിട്ടുന്നതിനേക്കാൾ വാല്യൂബിൾ ആയിരുന്നു. കാര്യം പപ്പായ്ക്കും അമ്മയ്ക്കും കൂടെ 300, 600 രൂപ കൊടുത്താൽ ഈ 200 രൂപ പോക്കറ്റ് മണി ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് വെച്ച് അന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അന്ന് കൂട്ടുകാരികളെല്ലാം കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികളിൽ ഡെലിവറി ഒക്കെ ആയ കുഞ്ഞിനൊരു വെള്ളി കൊലുസ് കൊണ്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ 200 രൂപ മതിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും ഒരു പണക്കാരിയായിരുന്നു 800 rupees വെച്ചിട്ട്. അതുകൂടാതെ വീട്ടിൽ 3 കുട്ടികൾ ട്യൂഷൻ കൊടുക്കുമായിരുന്നു. BCom ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട്സ് പഠിപ്പിക്കാനായിട്ട് പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് 3 കുട്ടികൾ ട്യൂഷനും വരുമായിരുന്നു. അങ്ങനെ 100 രൂപ വെച്ച് 3 കുട്ടികളുടെ അടുത്ത് നിന്ന് 300 രൂപ. അങ്ങനെ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യവതി വേറെ ഇല്ലായിരുന്നു എന്നുള്ള ലൈഫായിരുന്നു എൻ്റെ. അങ്ങനെ സർവീസിൽ കയറുന്നതിന് മുൻപേ തന്നെ കലാ കാർട്ടൺസിലെ ജോലി, അത് കഴിഞ്ഞ് സർവീസിൽ കയറി ഓഫീസ് ഓഫ് ദി അക്കൗണ്ടന്റ് ജനറൽ 37 വർഷം ജോലി ചെയ്തു. അത് 60 വയസ്സ് വരെയാണല്ലോ സെൻട്രൽ ഗവൺമെൻറ് സർവീസ്. ആ 37 വർഷം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പകുതിയിലേറെ നമ്മളവിടെ ചിലവഴിച്ചു. അവിടെ ജോലി പഠിക്കുന്നതിന് മുൻപ് ധാരാളം കൂട്ടുകാർ, പിന്നെ അതുപോലെ തന്നെ അവിടെ റെക്രിയേഷൻ ക്ലബ്ബ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എല്ലാം ഡാൻസ്, പാട്ട്, നാടകം, എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ളതെല്ലാം തന്നെ അവിടെ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ എൻ്റെ എഴുത്ത്, അവിടെ ഒരു ഇൻഹൗസ് മാഗസിൻ ഉണ്ടായിരുന്നു, അതിലൂടെ എഴുതാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ കഥകൾ എല്ലാം അതിൽ എഴുതാൻ കഴിഞ്ഞു. അവിടെ നിന്നായിരുന്നു എനിക്ക് എൻ്റെ റൈറ്റിങ്ങിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഈ നമ്മൾ കേൾക്കുമ്പോൾ ഈ AGS ഓഫീസിലുള്ള വരവാണ് യഥാർത്ഥത്തിൽ ഒരു കലാകാരി എന്നുള്ള നിലയിലും എഴുത്തുകാരി എന്നുള്ള നിലയിലും ഒരു ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞത്. കോളേജിലും സ്കൂളിലും ഒക്കെ അങ്ങനെ ചെയ്തെങ്കിലും അതൊരു കുട്ടിക്കാലത്തെ ഒരു കളി ചാബല്യമായിട്ടൊക്കെ അങ്ങ് പോകും. പക്ഷേ AGS ഓഫീസിൽ പ്രായം ഒരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ കഴിവുകൾ പിന്നെ ഞാൻ ഹോസ്റ്റൽസിലാണ് കൂടുതലും നിന്നത്. അപ്പോൾ ഹോസ്റ്റൽസിൽ നിൽക്കുമ്പോഴും ഹോസ്റ്റൽസിലും കൂട്ടുകാരൊത്ത് പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പാട്ട്, ഡാൻസ്, അഭിനയം, മിമിക്രി, എന്ത് സംഭവമാണോ എനിക്കിഷ്ടം അതെല്ലാം പേരൻസ് എൻകറേജ് ചെയ്തതെല്ലാം തന്നെ. പേരൻസ് കുട്ടിക്കാലത്ത് സാറ്റർഡേ സൺഡേ ആയ അയലോക്കമുള്ള കുട്ടികളെയും കൂടെ കൂട്ടി നമ്മളെല്ലാവരും ഡാൻസ് അവതരിപ്പിക്കണം, ഡാൻസിങ് എല്ലാ പ്രോഗ്രാം അവതരിപ്പിക്കണം. അപ്പോൾ അതേ തന്നെ എനിക്ക് AGS ഓഫീസിലും എനിക്ക് അത് നിലനിർത്തി പോകാനായിട്ട് സാധിച്ചു. കോളേജിലും സ്കൂളിലും ചെയ്തു, AGS ഓഫീസിൽ നിലനിർത്താൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ എൻ്റെ എഴുത്തിൻ്റെ കഴിവും കൂടെ AGS ഓഫീസിൽ പുറത്ത് കണ്ടുവരാൻ സാധിച്ചു. എനിക്കൊന്ന് തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു നഗരം എനിക്കൊന്ന് അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പുസ്തകശാലകൾ ഇഷ്ടംപോലെ ഉണ്ട്, ലൈബ്രറി ഉണ്ട്, അതിനൊക്കെ പുസ്തകം വിൽക്കുന്ന കടകൾ, അങ്ങനെ ഇതുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് കാണും അല്ലേ? എനിക്ക് AGS ഓഫീസിലെ ലൈബ്രറി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ്. കാര്യം എനിക്ക് ഒത്തിരി, പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ഇപ്പം ബാബു പോൾ സാറ് തൊട്ട് ജോർജ് ഓണക്കൂർ സാറ്, ONV കുറുപ്പ് സാറിന് വരെ എൻ്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഞാൻ എൻ്റെ മലയാളം ഇമ്പ്രൂവ് ആയത് അങ്ങനെയാണ്. കാര്യം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. AGS ഓഫീസിൽ നമുക്ക് മലയാളത്തിൻ്റെ പ്രയോഗം കുറവാണ്. നമ്മുടെ കറസ്പോണ്ടൻസും ഇംഗ്ലീഷിലാണ്, വർക്ക് ചെയ്യുന്നതും ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് മലയാളത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് കൂടുതലും കേട്ട് പരിചയമാണ്. അത് ഞാൻ ഇതുപോലുള്ള ആൾക്കാരുടെ വലിയ ആൾക്കാരുടെ എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ ഒരു ദിവസവും പോലും പാഴാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതായത് ഓഫീസിൽ 5:30 മണി കഴിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ കലാപരിപാടി, പുസ്തക പ്രകാശനം മിക്കവാറും 5 മണിക്കൊക്കെ ആയിരിക്കും. പ്രസ് ക്ലബ്ബ് ഓഫീസിൽ തൊട്ട് ബാക്കിലാണ് എന്നും അവിടെ പരിപാടി. അപ്പം ഞാൻ വെളിയിൽ സാഹിത്യ കൂട്ടായ്മകളിലായിട്ടൊക്കെ കണക്ഷൻ ആയപ്പോൾ പുസ്തക പ്രകാശനങ്ങൾക്ക് ഞാൻ വൈകിട്ട് ടയേർഡാണെങ്കിൽ പോലും ഈ പുസ്തക പ്രകാശനങ്ങൾക്കെല്ലാം പോകും. അവരുടെ പുസ്തകങ്ങൾ വാങ്ങിക്കും. അങ്ങനെ അവരുടെ സംഘടനകളിലും മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ അതിന് പങ്കെടുക്കാൻ പോകും.
അങ്ങനെ ഞാനൊരു സജീവ പങ്കാളി ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള സ്ഥാനങ്ങൾ തരാൻ തുടങ്ങി. പിന്നെ പുസ്തകങ്ങൾക്ക് ആശംസ അർപ്പിക്കാനുള്ള റോളുകൾ തന്നു. പിന്നെ ചില പരിപാടികൾക്ക് അധ്യക്ഷയായി, അങ്ങനെ ചിലതിൽ കൃതജ്ഞത അർപ്പിക്കാനായിട്ട് അങ്ങനെ പോയി. വായനാശീലം വർദ്ധിച്ചു, മലയാളത്തിലുള്ളതും കൂട്ടുകാർ കൂടി. എല്ലാ സാഹിത്യം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക എഴുത്തുകാരെയും എനിക്കറിയാം. അതായത് മൺമറഞ്ഞു പോയ ആൾക്കാർ തൊട്ട് ഇപ്പം നിലവിലുള്ള എല്ലാ എഴുത്തുകാരെയും എനിക്കറിയാം. എല്ലാ സംഘടനകളും എനിക്ക് അംഗത്വമുണ്ട്. ഒരുമാതിരി പറ്റ പുസ്തക പ്രകാശനങ്ങൾക്കും പുസ്തക ചർച്ചകൾക്കും ഞാൻ പോകാറുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ നോളജ് എൻറിച്ച് ചെയ്യാനായിട്ട് നല്ലൊരു വേദിയായിരുന്നു തലസ്ഥാനം. തട്ടകം എന്ന് അതെ അതെ സംശയമില്ല. തിരുവനന്തപുരം നഗരം നൽകി എന്ന് വെച്ചാൽ അവിടെ പ്രമുഖരായിട്ടുള്ള ഈ സാഹിത്യകാരന്മാരും എല്ലാം ഉള്ളതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുസ്തക രൂപത്തിലൊക്കെ ഇതൊക്കെ ഈ എഴുതുന്നതൊക്കെ ഓഫ് കോഴ്സ് മാഗസീനിലൊക്കെ വരുമായിരിക്കാം, അതെല്ലാം കളക്ട് ചെയ്ത് അതെന്നാ ആരംഭിച്ചത്? അത് ശരിക്കും പറഞ്ഞൊരു 10-25 വർഷമായി. അത് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ കൊല്ലം തന്നെ വീണ്ടും തിരിച്ചു വരണം. എനിക്കൊരു കവിതാ സമാഹാരം ഇറക്കണമെന്നൊരു ആഗ്രഹം വന്നപ്പം വെറും 13 കവിത അന്ന് കാത്തലിക് പ്രസ്സിൽ ആന്റണി ഫ്രാൻസിസ് അദ്ദേഹമാണ് മാനേജറായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ഭയങ്കര എൻകറേജ് ചെയ്യാം. ഞാൻ പറഞ്ഞ അങ്കിളെ എനിക്ക് എൻ്റെ ഒരു ബുക്ക് ഇറക്കണം, 13 പോയംസ് ആണ്, അതിനെന്താ മോളെ നീ കൊണ്ടുവാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ബീഡ്സ് ഓഫ് വിസ്ഡം ഞാൻ ആ പ്രസ്സിലിരുന്നാണ് കവർ പേജ് എങ്ങനെ വേണമെന്ന് ഞാൻ എൻ്റെ ആഗ്രഹം അനുസരിച്ച് അങ്കിള് അത് സെറ്റ് ചെയ്തു. അങ്ങനെ ബീഡ്സ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പ്രിന്റിങ്ങും കാര്യങ്ങളും എല്ലാം കാത്തലിക് പ്രസ്സിലാണ് ചെയ്തത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ആ ബുക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ബുക്ക് ആയപ്പോൾ തന്നെ സ്റ്റേഴ്സ് ടു ഡോൺ, ആ 2 ബുക്ക് ആയപ്പോൾ തന്നെ സ്റ്റാൻലി റോമൻ പിതാവ് എൻ്റെ എഴുത്തിനെക്കുറിച്ച് അറിഞ്ഞു. കാര്യം ഞാൻ എൻ്റെ ബുക്ക് പിതാവിന് കൊടുക്കും. അങ്ങനെ 2 ബുക്ക് ആയപ്പോഴേ തന്നെ കാത്തലിക് വെൽഫെയർ അസോസിയേഷനാണ് 10-25 വർഷം മുൻപേ എന്നെ ആദ്യമായിട്ട് ആദരിക്കുന്നത് എഴുത്തുകാരിയായിട്ട്. അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു പുണ്യം തന്നെയായിരുന്നു എന്ന് പറയാം. അതിനുശേഷം 2011 എൻ്റെ ആദ്യത്തെ പുരസ്കാരം എൻ്റെ ഇഫ് ദ നൈറ്റ് കുഡ് ടോക്ക് എന്നൊരു പുസ്തകത്തിന് മുരളീധരൻ MLA കയ്യിൽ നിന്ന് എനിക്കൊരു പുരസ്കാരം ലഭിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുമല്ലേ ഒരു കൈനീട്ടം പോലെ. ആ പുരസ്കാരത്തിന് പക്ഷേ എനിക്കിപ്പോൾ 100-ലേറെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ ആദരവ് സ്റ്റാൻലി റോമൻ പിതാവ് ശുപാർശ ചെയ്ത ഈ ആദരവിലൂടെ എനിക്ക് 150-150-ലേറെ ആദരവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഒരുപാട് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പിന്നെ അത് സംഘടനകളിൽ നിന്നും എല്ലാമായിട്ട് എഴുത്തിനും പാട്ടിനും അഭിനയത്തിനും സംവിധാനത്തിനും എല്ലാം കൂടെ എനിക്കിപ്പം എണ്ണാൻ പറ്റാത്ത രീതിയിൽ അത്രയും അവാർഡുകളും ആദരവുകളും ലഭിച്ചു കഴിഞ്ഞു. ഈ 2 ആൾക്കാരെ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഓർക്കും. എൻ്റെ ആദ്യത്തെ ആദരവും ആദ്യത്തെ പുരസ്കാരവും അത് എൻ്റെ ഓഫീസിലെ ഒരു സഹപ്രവർത്തകൻ ശുപാർശ ചെയ്തതാണ്, സുഗു പാൽക്കുളങ്ങര. അദ്ദേഹമാണ് എൻ്റെ 2ാമത്തെ 3ാമത്തെ ബുക്ക് കൊണ്ടുപോയി ഒരു സംഘടനയെ കാണിച്ചിട്ട് എനിക്ക് മുരളീധരൻ MLA കയ്യിൽ നിന്ന് എനിക്കൊരു പുരസ്കാരം നേടിത്തരുന്നു. അപ്പോൾ അത് എന്നും ആ ഒരു ഗുരുത്വം പോലെ പിതാവിനെ ഞാൻ എപ്പോഴും എൻ്റെ പുസ്തകം ഇറങ്ങിയാലും ഞാൻ അയച്ചു കൊടുക്കും. ഇപ്പോൾ ലാസ്റ്റ് ബുക്ക് എൻ്റെ 21ാമത്തെ പുസ്തകം ദുബായ് ഡേയ്സ് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ഗ്ലോബൽ മീറ്റ് പരിപാടി നടത്തുന്ന സമയത്ത് പിതാവിൻ്റെ കയ്യിൽ കൊണ്ട് എൻ്റെ ബുക്ക് കൊടുത്തു. അങ്ങനെ ആ ഒരു ഗുരുത്വം പിതാവ് എൻ്റെ കോളേജിൽ എൻ്റെ ഇംഗ്ലീഷ് ഗുരുവായിരുന്നു. അതുകൊണ്ട് എപ്പോഴും പറയും ഞാൻ ജസന്ത മോറിസിന് ഇംഗ്ലീഷ് പഠിപ്പിച്ചതെന്ന്. അപ്പം അതും കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ കല്യാണത്തിന് ബ്ലസ് ചെയ്ത ആളായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്ത് കാര്യവും ഉണ്ടെങ്കിലും ഞാൻ പിതാവിനോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പിതാവിന് പെൻഷൻ 1 റാങ്ക് 1 പെൻഷൻ്റെ ഇത് നോക്കേണ്ട ഇട വന്നപ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അതിന് ആ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാനായിട്ട് ഏജീസ് ഓഫീസിൽ എനിക്ക് ഇരിക്കുമ്പം സഹായിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഏജീസ് ഓഫീസിൽ ഇരിക്കുമ്പം ഒരുപാട് ശക്തിയുള്ളവരെ പെൻഷൻ്റെ കാര്യം ഹെൽപ്പ് ചെയ്യാനായിട്ട്, പെൻഷൻ്റെ എല്ലാം പേ സ്ലിപ്പായാലും PF കാര്യമായാലും എല്ലാം ശക്തികുളങ്ങരക്കാർ ആരെന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കയ്യിൽ വരുന്ന ഒരു പേപ്പർ അതിനകത്ത് ഞാൻ നോക്കും, ഫാത്തിമ കോളേജിൽ നിന്ന് കണ്ടാലും ശക്തികുളങ്ങര സ്കൂളിൽ നിന്ന് കണ്ടാലും കൊല്ലമെന്ന് കണ്ടാലും പറയേ വേണ്ട, ഞാൻ അപ്പോഴത് വേഗം പ്രോസസ്സ് ചെയ്ത് കൊടുക്കും. പലപ്പോഴും ഞാൻ ആ കേസ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഇപ്പം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എല്ലാം
കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ എല്ലാവരുടെയും ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം വരും. അതുകൊണ്ട് അഡ്രസ്സ് നോക്കുമ്പോൾ ശക്തികുളങ്ങര കൊല്ലം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്തു. അങ്ങനെ ചെയ്തതിന് ശേഷം അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പെൻഷൻ കേസ് ഞാനാണ് ചെയ്തത്. പെൻഷൻ കേസ് സാധാരണ ചെയ്യാൻ ചിലർക്കൊക്കെ കൈ കിട്ടാനായിട്ട് 6 മാസമൊക്കെ ആവും. ഞാൻ ഒരാഴ്ച കൊണ്ട് 10 ദിവസം കൊണ്ടൊക്കെ പലരുടെയും പെൻഷൻ ചെയ്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അത് അവരൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ കൊല്ലത്ത് വരുമ്പോൾ പലയിടത്ത് പോകുമ്പോഴും പലരും ഓടി വന്ന്, കാര്യം അവരെ ഞാൻ കാണാതെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അവർ ഓടി വന്ന് അവരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ പെൻഷൻ കേസ് ചെയ്തത് ജസന്തയാണ് എന്നും പറഞ്ഞ് സംസാരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പി ആണ് ഞാൻ. കാര്യം അവിടെ ഒരു പോസ്റ്റിലിരിക്കുമ്പം ഈ ഹെഡ് വെയിറ്റ് കാണിക്കാതെയും പിന്നെ അമ്മ പഠിപ്പിച്ച ആ ഒരു എളിമ അത് നിലനിർത്തിക്കൊണ്ട് എത്രമാത്രം സഹായം മനുഷ്യർക്ക് ആ പദവിയിലിരുന്ന് ചെയ്യാൻ പറ്റുമോ ആ കാര്യത്തിൽ ഞാൻ വളരെ സംതൃപ്തിയാണ്. പിന്നെ ഈ കോംപ്ലിമെന്റ് ചെയ്ത കൂട്ടത്തിൽ അശ്വതി തിരുനാൾ അല്ലേ, അത് എടുത്ത് പറയേണ്ട വ്യക്തിത്വമാണ്. കൊട്ടാരത്തിൽ ഞാൻ 3-4 തവണ പോയിട്ടുണ്ട്. എൻ്റെ ബുക്സ് കൊണ്ട് കൊടുക്കാനും പിന്നെ മഹാരാജാവിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്താൻ, അങ്ങനെ പിന്നെ തമ്പുരാട്ടിയുടെ പുസ്തകം സ്വീകരിക്കാൻ, പിന്നെ തമ്പുരാട്ടി ഞാനും ഒരുപാട് വേദികളിൽ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തമ്പുരാട്ടിക്ക് ജസന്ത മോറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അറിയാം. എനിക്കിപ്പോഴും മൊബൈൽ നമ്പറുണ്ട്. എന്ത് പറഞ്ഞാലും എനിക്ക് സംസാരിക്കാം. എന്നെ ഇങ്ങോട്ട് വിളിച്ച് അനുമോദനങ്ങൾ അറിയിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബുക്ക് ഞാൻ അറിയാതെ ആളെ വിട്ട് വാങ്ങിപ്പിച്ച് വായിച്ചിട്ടുണ്ട്. അങ്ങനെ തമ്പുരാട്ടി ഞാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. കാര്യം അങ്ങനെ എഴുത്തിൻ്റെ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നാലും എൻ്റെ എഴുത്ത് അതിന് അത്രയ്ക്ക് ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. തമ്പുരാട്ടിക്ക് വരെ അതറിയാം എന്നുള്ളത് അത് ശരിക്കും ഒരു പുണ്യമായി തന്നെ കണക്കാക്കുന്നു ഞാൻ. ഗാനരചയിതാവും കവിയൊക്കെ ഞാനും ജോർജ് ഓണക്കൂർ നോവലിസ്റ്റ് ആണല്ലോ. അതെ, അവരെല്ലാം കോംപ്ലിമെന്റ്സ്. അതെ 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 ജോർജ് ഓണക്കൂർ സാർ ഞാൻ സ്നേഹപൂർവ്വം ഇച്ചായ എന്നാണ് വിളിക്കുന്നത്. സാർ എൻ്റെ മോളെ എൻ്റെ പുസ്തക പ്രകാശനത്തിനും എൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിനും എല്ലാം ഇച്ചായൻ വരും. എൻ്റെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് എല്ലാം. അതുപോലെ തന്നെ ഇച്ചായൻ എന്തെങ്കിലും ഹെൽപ്പ് ഏജസ് ഓഫീസിൽ നിന്ന് ചെയ്യണമെങ്കിൽ കുടുംബത്തിൽ ആർക്ക് വേണ്ടിയായാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്ത് പിന്നെ കല മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം. ഓരോ പദവിയിൽ ഓരോരുത്തർ ഇരിക്കുമ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് ചെയ്യുന്ന ഹെൽപ്പ്. ഇപ്പോൾ ബാബു പോൾ സാറിനെ ആയാലും ജയകുമാർ ചീഫ് സെക്രട്ടറി സാറിനെ ആയാലും അതുപോലെ തന്നെ ഒത്തിരി IAS IPS IFS ഓഫീസേഴ്സ് എല്ലാവർക്കും തന്നെയും എൻ്റെ എഴുത്തിലൂടെ എന്നെ അറിയാം. ഞാനൊരു സംഭവം ബുക്കാക്കാൻ ആഗ്രഹിക്കുന്നു, സാറൊന്ന് വായിച്ചു നോക്കി ഒരു ഫോർവേഡ് എഴുതി തരുമോ എന്ന് പരിചയമില്ലാത്ത ഈ ഓഫീസേഴ്സിനെ വിളിക്കുമ്പം കൊണ്ടുവരൂ, ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞവർ അത് വായിച്ചു നോക്കിയിട്ട് അത് മനോഹരമായതുകൊണ്ട് അതിന് കാമ്പുള്ളതുകൊണ്ട് എന്നെ കാണണമെന്ന് പറയുകയും ഞാൻ ഓഫീസിൽ പോവുകയും എന്നെ നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ശരിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് കാര്യം ഞാനൊരു ഓർഡിനറി ഗ്രാജുവേറ്റ് ആണ്. ഒരു ലാംഗ്വേജിൻ്റെ മാസ്റ്റേഴ്സ് എനിക്കില്ല, പക്ഷേ 3 ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. 21 ബുക്കായി. അത് എഴുത്തെന്ന് പറയുമ്പം കവിതകൾ എഴുതുന്നത് കവി എന്ന് മാത്രമേ പറയൂ, അല്ലാതെ എഴുതുന്ന എഴുത്തുകാരുന്നു. പക്ഷേ എനിക്ക് കവിതയും കഥകളും നോവലും ലേഖനവും സർവീസ് സ്റ്റോറി ട്രാൻസ്ലേഷൻ എല്ലാ മേഖലകളിലും കൈയൊപ്പ് ചാർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇത് എനിക്ക് അത്രയ്ക്കും പാണ്ഡിത്യം ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാര്യം എനിക്ക് അത്രയ്ക്കും വേണ്ടി ഇതിലൊന്നും തന്നെ പഠിത്തം ഇല്ല. പക്ഷേ ഒരു സാധനം എഴുതണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് എഴുതാൻ സാധിക്കാറുണ്ട്. കോമ്പറ്റീഷൻ ഏജസ് ഓഫീസിലെ മത്സരങ്ങൾക്ക് പോകുമ്പോഴും അവർ തത്സമയം തരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി അത് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കൊണ്ട് ഒരു കഥയാക്കാനോ കവിതയാക്കാനോ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 1-2 അല്ല 10-25 വർഷം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് സാധിക്കുന്നതെന്ന് ഞാനതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എനിക്കൊന്ന് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ ഷോർട്ട് ഫിലിം അല്ലേ, അത് എനിക്കൊന്ന് ആരും അങ്ങനെ ധൈര്യപ്പെടാത്ത കാര്യമാണല്ലേ. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക, പാട്ട് പാടുക അല്ലേ, വരികൾ എഴുതുക. അപ്പൊ ഒരു ഒരു മിനി ബാലേന്ദ്രമേനോൻ സ്റ്റൈലാണല്ലോ ബാലേന്ദ്രമേനോൻ എല്ലാത്തിലും കൈവെക്കുന്നത്. അല്ല, അതിനേക്കാൾ ചെയ്തു എന്ന് കാര്യം എനിക്ക് സത്യമാണ്. ഷോർട്ട് ഫിലിംസ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാര്യം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ജനിച്ചിട്ട് ഈ നൂറ്റാണ്ടിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, പഴയ തലമുറക്കാരാണ്. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, അതിൻ്റെ ഡബ്ബിങ്, അതുപോലെ തന്നെ ഗാനരചന, ഗാന ആലാപനം, സബ് ടൈറ്റിൽ ഇംഗ്ലീഷിൽ കൊടുക്കുക, ഇത് ഇത്രയും സംഭവങ്ങൾ ഷോർട്ട് ഫിലിംസ് എടുക്കുമ്പോൾ ചെയ്യുന്ന
സ്ത്രീകൾ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് എനിക്ക് ഒരു അനുഗ്രഹം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള കഥകൾ തന്നെയാണ് ഇപ്പം അവസാനം എടുത്തത് എൻ്റെ ഒരു കവിതയാണ്. എൻ്റെ രചനകൾ തന്നെയാണ് ഞാൻ എൻ്റെ സിനിമകളാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംവിധാനമൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നതിനേയും കാര്യം ഞാൻ തന്നെ ചെയ്യുന്നതാണ് ശരിയായിട്ട് വരുള്ളൂ. കാര്യം ഞാൻ എഴുതിയ സംഭവങ്ങളെ എങ്ങനെയാണ് അത് വരേണ്ടതെന്ന്, മറ്റുള്ളവർ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എൻ്റെ മൈൻഡിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്നത്. പിന്നെ ചിലയിടത്ത് ഞാൻ എല്ലാത്തിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടറിനെ ഞാൻ നിർത്താറുണ്ട്. ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. കാര്യം ഞാൻ ആക്ട് ചെയ്യുന്നതും കൂടെ നോക്കണമല്ലോ. അങ്ങനെ എല്ലാ സംഭവങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഷോർട്ട് ഫിലിംസ്, അതുപോലെ തന്നെ ആൽബംസ്. ഞാൻ എഴുതിയ പാട്ടുകളാണ് ഞാൻ ഇംഗ്ലീഷും മലയാളവും ഞാൻ പാടിയിട്ടുള്ളതും അത് വിഷ്വലാക്കുന്നതും ആ വിഷ്വൽസിൻ്റെ ഡയറക്ടറായി മാറുന്നതും. അങ്ങനെ സിനിമകൾ, ഷോർട്ട് ഫിലിംസ് 6 എണ്ണം, പിന്നെ ആൽബംസ് 6 എണ്ണമായി. പിന്നെ ഒരു പുനരാവിഷ്കാര വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് റീക്രിയേഷൻ ജയഭാരതി, ഷീല, സിൽക്ക് സ്മിത, രേവതി, ശോഭന അവരൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ഹിറ്റ് സിനിമകളുടെ ഗാനരംഗങ്ങളുടെ കുറച്ച് ഭാഗങ്ങളെടുത്ത് ഞാൻ അതേപോലെ ആക്ട് ചെയ്ത് ചെമ്മീൻ തുടങ്ങി മൈഥിലിയുടെ മാറ്റിനി എന്ന സിനിമയിൽ വരെ അവസാനിക്കുന്ന പുനരാവിഷ്കാര വീഡിയോയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെ, ആൽബം സോങ്സ് എല്ലാം. ഞാൻ ഈ ഒരെണ്ണമാണ് കണ്ടത്, മണവാട്ടി കാത്തിരിക്കുന്നു. അതെ, അതെ. അതിനകത്ത് ഞാനത് ഫുള്ള് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്കൊന്ന് ഈ ഒരു ലോങ്ങിങ് ഫോർ ലവ് എന്ന് പറയുന്ന ഒരു അല്ലെ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ അതിനകത്ത് ഇങ്ങനെ ഉടനീളം കാണാൻ സാധിക്കുന്നു. അതുമല്ല ഒരു സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് പല അസുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഈ പറഞ്ഞ കണക്ക് അത് സമൂഹത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അവർക്ക് ആ ശ്രദ്ധ കിട്ടാതെ എങ്ങനെയാണ് ഈ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾ ചെയ്യാനാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ? എനിക്ക് എപ്പോഴും ഒരു ചായ സ്ത്രീ, പക്ഷേ അതെനിക്ക് തോന്നി അല്ല. പക്ഷേ എന്നാലും സ്ത്രീകളാണ് എവിടെയും ദുരന്തം അനുഭവിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് മാരേജ് ലൈഫ് ഫ്ലോപ്പ് ആയാൽ അത് പുറത്ത് പറയാതെ സാക്രിഫൈസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അതിനിപ്പോൾ ഒരു ജോലി സ്ഥലത്താണെങ്കിലും ജോലിയുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ വയ്യാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജോലി പ്രോബ്ലം വരാതിരിക്കാനായിട്ട് സഹിക്കുന്നത്. അങ്ങനെ മക്കൾ എന്തെങ്കിലും ചെയ്താലും അതും സഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൊതുവെ അയൽക്കാരിൽ നിന്നാലും ആരിൽ നിന്നാലും ഒരു ബസ് യാത്ര ചെയ്താൽ എന്ത് ചെയ്താലും ഈ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത് ലേഡീസിന്. സ്ത്രീകളുടെ അനാറ്റമി, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ബോഡിയുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ അവർക്ക് ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമ്പം പലപ്പോഴും പലരും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരും പ്രതികരിക്കാൻ ഭയക്കുന്നവരും ഒക്കെയാണ്. കാര്യം അവർക്ക് ഒരു പിന്നെ സോഷ്യൽ മീഡിയയിൽ അറിയാൻ അവർ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ അത് അറിയാൻ താല്പര്യപ്പെടുന്നില്ല. എന്ത് പ്രശ്നങ്ങളും പീഡനങ്ങളും എന്തുണ്ടെങ്കിലും പുറത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കവിതയായിരുന്നു മണവാട്ടി കാത്തിരിക്കുന്നത്. ബ്രൈഡ്സ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയൊരു കവിതയാണ് ഞാനത് സിനിമയാക്കിയത്. അപ്പോൾ അതിനകത്ത് തിരക്കഥയാക്കി സിനിമയാക്കിയപ്പം 10-40 കഥാപാത്രങ്ങൾ വന്നു. ഞാൻ കഥ വേറൊരു സ്റ്റൈലിലോട്ട് കൊണ്ടുപോയി. പക്ഷേ അതിൽ യഥാർത്ഥത്തിൽ ഒരു ലേഡിയുടെ ലൈഫിൽ ദുരന്തങ്ങൾ കാരണം അവർ മെൻ്റൽ ഹോസ്പിറ്റൽ ആവുന്നതായിട്ടാണ് ആ കവിതയിലും. അപ്പോൾ അങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടവും സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെൻ്റൽ ഹോസ്പിറ്റൽ, ക്രോണിക് വാർഡ്, സ്ത്രീകളുടെയും മെയിലും ഫീമെയിലും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിലുകളും വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും അന്ധവിദ്യാലയങ്ങളും എല്ലായിടവും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സിനിമ എടുത്തപ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് അവർ സംസാരിക്കുന്നത്, അവരുടെ സംഭാഷണം, അവരുടെ വസ്ത്രധാരണം, അവരുടെ നോട്ടം, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടത് കാഴ്ചകൾ എനിക്ക് മറക്കാൻ വയ്യാത്തത്, മനസ്സിൽ പതിഞ്ഞ് കിടന്നത് തന്നെയാണ് ഞാൻ എടുത്തത്. പിന്നെ ഈ രോഗവിവരം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇതാൾക്കാരെ നമ്മൾ ചെയ്യുമ്പം യാഥാർത്ഥ്യങ്ങൾ നിലനിർത്തണം. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീകൾക്കെല്ലാം നേരിട്ട പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കായിട്ട് അവരുടെ രോഗത്തിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, സ്നേഹം എന്ന് പറയുന്നത് ഓരോ പേഷ്യന്റിനെ സമീപിക്കുന്ന അസുഖങ്ങൾ പുരുഷനാണ് പിന്നിൽ. അതെ, അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും യഥാർത്ഥ പ്രോബ്ലം സ്നേഹക്കുറവാണ്. അപ്പം അത് ഒരു പക്ഷേ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാതെ, മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഓഫീസിലെ പ്രശ്നം, എവിടെയും ആ ഒരു സ്നേഹം, അറ്റാച്ച്മെൻറ്റും ആ ഒരു അഫെക്ഷനും കമ്പാഷനും ഒന്നും ഇല്ലാതെ പോകുമ്പോഴാണ് എല്ലാവരുടെയും സമനില തെറ്റുന്നത് കൂടുതലും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. അപ്പോൾ അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് മണവാട്ടി കാത്തിരിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകളുടെ സ്വപ്നങ്ങൾ, ഞാൻ പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പകുതിയിൽ ജനിച്ച സ്ത്രീകൾ, അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അതൊന്നും നടക്കാതെ പോകുമ്പം പലരും അത് ചിലർ സമനില തെറ്റുന്നില്ലെങ്കിലും അവർ മൗനികളായിട്ട് ജീവിക്കുന്നൊന്നും പുറത്ത് പറയാം. പക്ഷേ ചിലരുടെ സമനില തെറ്റിപ്പോകുന്നു. അതാണ് ആ കഥ. എനിക്കൊന്ന് ഈ ഫിലിമിന് എനിക്കൊന്ന് അവാർഡും കിട്ടി അല്ലേ? അതെ, സത്യജിത് റേ ഫിലിം സൊസൈറ്റി പുരസ്കാരം, മികച്ച സംവിധായിക, മികച്ച നിർമ്മാതാവ്, കൂടാതെ അതിൽ അഭിനയിച്ച ഒരു സ്വഭാവ നടനും കിട്ടി. ഇപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച അതിന് 9 അവാർഡുണ്ട് ആ സിനിമയ്ക്ക്. അതിൽ എനിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡും ഉണ്ട്. അങ്ങനെ അതിനകത്ത് പലതും ചെയ്ത ആൾക്കാർക്ക്, ആക്ടിങ്ങും സഹനടിയും അതുപോലെ തന്നെ കൊറിയോഗ്രാഫി, ഇങ്ങനെ പലത് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ആ സിനിമയ്ക്ക് 9 അവാർഡാണ് കിട്ടാൻ പോകുന്നത്. ഗുരുപ്രിയ ചാനലിലും GK പിള്ള ഫൗണ്ടേഷൻ നടത്തുന്നത്. അങ്ങനെ എനിക്ക് വളരെ സംതൃപ്തമായ എൻ്റെ ഒരു പ്രോജക്റ്റാണ്. കാര്യം ചെയ്ത് പഠിച്ചു. അങ്ങനെ മണവാട്ടി കാത്തിരിക്കുന്നത് കുറേ കൂടെ നന്നായിട്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനം ചെയ്യാനും അഭിനയിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അഭിനയിക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് അത്ര എളുപ്പമല്ലായിരുന്നു. കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ച ബഹളം കൂട്ടി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ മസിൽസ് എല്ലാം ഇങ്ങനെ വികസിച്ചിരിക്കത്തതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് തീർത്തും ദുഃഖവും അതേപോലെ തന്നെ മെൻ്റൽ പേഷ്യൻ്റായിട്ട് മാറുന്ന രീതിയിലുള്ള ആക്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നിമിഷം കൊണ്ട് മാജിക് പോലെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറ്റാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് രാവിലെ മുതലേ അധികം സംസാരിക്കാതെയും ചിരിക്കാതെയും വീണ്ടും ആ സീൻ തന്നെ നമ്മൾ മനസ്സിൽ അത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഒരു ക്യാരക്ടർ മുഖത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആയി തീരുകയാണ് ഉണ്ടായത്. അത് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അത് ആക്ട് ചെയ്യുന്നത്. എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി സ്വന്തം ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമാണ്. നിശബ്ദമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ സഹിക്കുകയാണ്, അവസാനം പൊട്ടിത്തെറിക്കുന്നതാണ്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി എൻ്റെ ഈ അവാർഡ് കുറിച്ച് പറഞ്ഞു. ഈ കാസ്റ്റിൽ അന്നത്തെ അഭിനയിച്ച ആർക്കോ അല്ലേ സഹനടന്? അതെ, സഹനടൻ കാര്യവട്ടം ശ്രീകണ്ഠൻ സാറ്. അദ്ദേഹം ഓൾറെഡി നല്ലൊരു കലാകാരനും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്വഭാവം ലോകം അങ്ങനെയാണ് സിനിമയും ഈ മനുവാട്ടി കാത്തിരിക്കുന്നത് 2 സിനിമയാണ് റിട്ടയർമെന്റിന് ശേഷം ഞാൻ എടുത്തത്. പിന്നെ ദുബായ് ഡേയ്സ് ബുക്കും പിന്നെ ഒരു ആൽബവും. അപ്പോൾ ഇതെല്ലാം റിട്ടയർമെന്റിന് ശേഷം ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു റിട്ടയർ ആവാനായിട്ട്, റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും എന്നെ കുറച്ച് മുൻപ് വിളിച്ച് താങ്ക്സ് പറഞ്ഞു. കാര്യം ഇപ്പോൾ 2 ഇടത്തുനിന്ന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. അപ്പൊ ഞാൻ കാരണം എന്റെ സിനിമയിൽ അഭിനയിച്ചവർക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഈ എഴുത്തിൻ്റെ ഒരു മേഖലയിലോട്ടും കൂടെ കിടക്കാം. എഴുത്തിൻ്റെ എന്താണ് പ്രചോദനം? ആക്ച്വലി ഇപ്പം കവിത ആയാലും ഷോർട്ട് സ്റ്റോറീസ് ആയാലും എഴുത്തിന് എൻ്റെ മിക്കവാറും എൻ്റെ എല്ലാം എഴുത്തും എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഞാൻ ഓരോ വ്യക്തികളെയും, പിന്നെ ചിലത് ഈ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, അമ്മ പഠിപ്പിച്ച് തന്നെയാണ്. ഞാനൊരു ഭിക്ഷക്കാരിയെ കണ്ടാലും അവർ നിരീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ഭിക്ഷക്കാരിയെ ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ജീവജാലങ്ങളോടുള്ള ചെലന്തിയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, തവളയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ വിചിത്ര അനുഭവങ്ങൾ പക്ഷി മൃഗാദികളിൽ നിന്നുണ്ടായിട്ടുള്ള അതെല്ലാം അതൊരു ബുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സൂക്ഷ്മ നിരീക്ഷണം എന്ന് പറയുമ്പം കുറേയൊക്കെ ഇതുപോലെ ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായിട്ടുള്ള ഇണങ്ങിച്ചേരലും പ്രകൃതിയെ സ്നേഹിക്കുന്നതുകൊണ്ടും അതേപോലെ ഈ മനുഷ്യരോടുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ GN പണിക്കർ സാറ് എൻ്റെ എഴുത്തുകൾ വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ വേർച്യൂസ്. ക്രിസ്ത്യൻ വേർച്യൂസ് ജസിന്തയുടെ എഴുത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു കമ്പാഷൻ എനിക്കുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് നമുക്കെപ്പോഴും. അതുകൊണ്ട് എനിക്ക് എഴുത്തിന് വേണ്ടി ഒന്നും തേടി പോകേണ്ടതില്ല. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്, ഞാനിരുന്ന് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ എഴുതി കുറേ കാര്യം. അപ്പോൾ ഞാൻ ഓരോ പ്രസ്ഥാനങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതും എല്ലാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുവാണ്. പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയതായാലും അനാഥാലയങ്ങളിൽ പോയതായാലും അത് മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ കഴിയുന്ന വൃദ്ധസദനങ്ങളിലും ഈ പിന്നെ ഗാന്ധി ഭവൻ, അതുപോലെ തന്നെ തോന്നയ്ക്കൽ, സായിഗ്രാം, ഇങ്ങനെ ഒരുപാട് സ്ഥലം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം അന്തേവാസികളായിട്ട് ഞാൻ സംസാരിച്ചെടുത്ത് അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് എനിക്ക് എഴുതാനായിട്ടുള്ള പ്രചോദനം. അല്ലാതെ പ്രത്യേകിച്ച് ഏതെങ്കിലും എഴുത്തുകാരെ കണ്ടിട്ടല്ല ഞാൻ എഴുതാൻ പഠിച്ചത് ഒന്നും. എനിക്ക് എഴുതാൻ എന്തെങ്കിലും എനിക്ക്
മനസ്സിൽ തട്ടുന്ന സംഭവങ്ങൾ ഒരുപാട് കിടക്കുന്നതുകൊണ്ട് അത് ഞാൻ എഴുതണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് എഴുതും. അതുപോലെ മത്സരങ്ങൾക്ക് പോകുമ്പോഴും ഏതെങ്കിലും ഒരു വിഷയം തന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്ത് കഥകൾ ഉണ്ടാക്കാൻ സാധിക്കാറുണ്ട്. ഈ എഴുത്തിന് ഇപ്പം ആരെയും ഒരു അനുകരണം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എഴുതാൻ എപ്പോഴാണ് ഈ സമയം തിരഞ്ഞെടുക്കുന്നത്? രാത്രിയാണ്. കാര്യം എനിക്ക് 37 വർഷവും ഞാൻ ജോലിയിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എഴുത്തുന്ന പറയാൻ എനിക്ക് ഉറക്കം കുറവാണ്. അത് എനിക്ക് മാത്രമല്ല, എനിക്കൊന്ന് ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ഒരുപാട് പേർക്കും ഉറക്കം കുറവാണ്. അപ്പോൾ എനിക്ക് മൈൻഡ് നല്ല ഫ്രഷ് ആവുന്നത് രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ആ സമയങ്ങളിലാണ് കൂടുതൽ 3 മണി വരെയൊക്കെ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ രാവിലെ 3 മണി എഴുന്നേറ്റ് 5 മണി വരെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓഫീസിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മിക്ക എഴുത്തുകളും രാത്രി കാലങ്ങളിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് എനിക്ക് ആ ഒരു സൈലൻസ്, അതും ഞാൻ ആരെ കുറിച്ചാണോ എഴുതുന്നത്, അതിനി മരിച്ചു പോയവരാണെങ്കിൽ പോലും ആ ആത്മാക്കളായിട്ടുള്ള സംവാദം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ തന്നെയാണ് എൻ്റെ മെമ്മറീസ് മുഴുവനും. അപ്പം ഞാനും അവരുമായിട്ടുള്ള ആ നിശബ്ദ വേളകളിൽ ഞാനും അവരായിട്ടുള്ളൊരു സംവാദവും അല്ലെങ്കിൽ ഞാനും അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇതൊക്കെ ഇങ്ങനെയാണ് എൻ്റെ എഴുത്ത്. അല്ലാത്തപ്പോഴൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും എപ്പോഴും ചിരിയും കളിയും ബഹളവും. ജസന്തയ്ക്ക് എങ്ങനെ എഴുത്തുകാരിയാകാൻ കഴിയുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. കാര്യം ഒരുപാട് സംസാരിക്കുന്നവരും ഒരുപാട് ഒരുങ്ങുന്നവരും ഒത്തിരി ബഹളവും കൂടി നടക്കുന്നവരൊന്നും എഴുത്തുകാരല്ലെന്ന് ഉള്ള കോൺസെപ്റ്റാണ് എല്ലാവരുടെയും മൈൻഡിൽ. കാര്യം പണ്ടത്തെ എഴുത്തുകാരങ്ങനെയാണ്. കോട്ടൺ സാരിയൊക്കെ ഉടുത്ത് തുണിസഞ്ചിയൊക്കെ തൂക്കി ഒരു രൗദ്രഭാവമൊക്കെ വെച്ചിട്ട് അധികമൊന്നും സംസാരിക്കാൻ എടുക്കാതെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ബഹളം കൂട്ടി നമുക്ക് എപ്പോഴും ഒരുക്കക്കാരിയുമാണ്, എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. പക്ഷേ എഴുതുമ്പോൾ ഞാനൊരു സീരിയസ് പേഴ്സൺ തന്നെയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്ലോ എൻ്റെ പലപ്പോഴും എഴുതി തീർന്നിട്ട് പകൽ ഞാനത് വീണ്ടും വായിച്ചു പോകുമ്പോൾ എനിക്ക് ഈ വാക്കുകളൊക്കെ എങ്ങനെ വന്നു, ഇത് ഞാൻ തന്നെ എഴുതിയതാണോ എന്ന് സ്വയം ആലോചിച്ചിട്ടുണ്ട്. എന്തോ ഒരു മാജിക്കൽ ഒരു ഫ്ലോ പോലെയാണ്. വേർഡ്സ് അങ്ങ് നിറയും പേപ്പറിനകത്ത്. അത് ശരിക്കും പറഞ്ഞ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. അല്ല, അത് എനിക്കൊന്ന് അങ്ങനെയുള്ള എഴുത്തുകാരും ഉണ്ട്. ശോഭാഡയൊക്കെ എനിക്കൊന്ന് വളരെ ഔട്ട് ഗോയിങ് ടൈപ്പ് ആണല്ലോ. പക്ഷെ എന്നാലും അവരൊക്കെ ഈ കേരളമായിട്ട് തന്നെ സ്ഥിരം താമസിച്ച ആൾക്കാരല്ല. അവരൊക്കെ വിദേശത്തൊക്കെ പോയി കേരളത്തിലേക്ക് മാധവിക്കുട്ടി അവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ. മാധവിക്കുട്ടിക്ക് ആക്ച്വലി ഷീസ് എ ഗിഫ്റ്റഡ് ലേഡി എന്ന് പറഞ്ഞാൽ ലക്കി ലേഡി എന്ന് ഞാൻ പറയും. ബിക്കോസ് അവര് നാലപ്പാട് കുടുംബത്തിൽ ജനിച്ച് അന്നത്തെ കാലത്ത് ഹൈ എഡ്യൂക്കേഷൻ, പിന്നെ കൽക്കട്ടയുടെ ലൈഫ്, നോർത്ത് ഇന്ത്യയിലെ എല്ലാം കണ്ടു. അത് അവർക്ക് കേരളവും അന്നത്തെ കാലത്ത് ദാറ്റ് ഈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രീഡത്തിന്റെ ആ ഒരു സമയമാണ്. അപ്പൊ ആ കാലത്ത് തന്നെ അവർക്ക് എല്ലാം ലക്ഷറി എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് എഴുതാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതുമല്ല, തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അതെ അതെ. കാര്യം അവർക്ക് വൺ ബോൾഡ് ലേഡി. അവർക്കിപ്പോ ഒരാളെ ഇഷ്ടമാണെങ്കിൽ അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും, അവരെ എഴുതുകയും ചെയ്യും. അവർക്ക് ആരെയും ഭയമില്ലായിരുന്നു. അവർ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെയൊക്കെ എഴുതാനായിട്ട് ഈ പെണ്ണെഴുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മറച്ചെഴുത്തെന്നാണ് പറയുന്നത്. എപ്പോഴും ഒരു മറവുണ്ട്, പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ച്. പക്ഷെ മാധവിക്കുട്ടി അങ്ങനെ ഒരു മറവ് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എപ്പോഴും അവരൊരു ഭാഗ്യവതി എന്നേ ഞാൻ പറയാറുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർക്ക് ചെയ്യാനും കഴിഞ്ഞു. അത് എഴുത്തിന്റെ മേഖലയിലായാലും അവർ ജീവിതത്തിലായി അത്രയും സ്വാതന്ത്ര്യമൊന്നും എല്ലാ സ്ത്രീകൾക്കും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ സ്ത്രീകളെ കുറിച്ച് എഴുതുന്ന എന്ന് അറിഞ്ഞില്ലെന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതൊക്കെ പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് എഴുതുന്നത് നമ്മൾ വായിച്ചിട്ടുള്ളത്. പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്ത് അവരുടെ മനസ്സും അവരുടെ ചിന്തയും ഒക്കെ വ്യാഖ്യാനിച്ച് എഴുതുന്ന. അപ്പോൾ ഇതിവിടെ വ്യത്യസ്തമായി ഇപ്പോൾ ഒത്തിരി സ്ത്രീ എഴുത്തുകാർ ഉയർന്നു വരികയും സ്ത്രീകൾ യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീകളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ ആശയങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സ്ത്രീ എഴുത്തുകാരിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആക്ച്വലി ഞാനൊരു ജനകീയത കൂടിയുള്ള ഒരു പേഴ്സൺ. കാര്യം ഞാൻ ഏജീസ് ഓഫീസിൽ തന്നെ വെൽഫെയർ അസിസ്റ്റന്റ് ആയിരുന്നു. വെൽഫെയർ എന്ന് പറയുമ്പോൾ HR ആണ്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഒരുപാട്, പിന്നെ ഞാൻ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒത്തിരി പേര് അവരുടെ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിലുള്ള നൊമ്പരങ്ങളും അത് എൻ്റെ നൊമ്പരമായി തീരാറുണ്ട്. ആ നൊമ്പരങ്ങളാണ് പലപ്പോഴും പേര് മാറ്റി ഞാൻ എഴുത്തിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അത് അറിയാതെ തന്നെ ഞാൻ സ്ത്രീയെ സപ്പോർട്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ട്രിവാൻഡ്രം അവർ രൂപീകരിച്ച സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ചേർന്ന് രൂപീകരിച്ച തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക വെല്ലുവിളികൾ, അത് പോഷ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ്, അതിൽ ഞാൻ മെമ്പറായിരുന്നു. അതെ, ഞാൻ മെമ്പറായിരുന്നു. അത് 1 2 5 വർഷം. ആ 5 വർഷം ഇരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനകത്ത് അഡ്വക്കേറ്റ് ഉണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ വാദീനെയും പ്രതിനെയും വിളിക്കുക, അവരെ ചോദ്യം ചെയ്യുക.
അപ്പോൾ അതിനകത്ത് വന്ന് സ്ത്രീകൾ പലപ്പോഴും പലരും പൊട്ടിക്കരയാറുണ്ട്. പിന്നെ പുരുഷന്മാരെല്ലാവരും തന്നെ തെറ്റുകാരല്ല, നിരപരാധികളായ ഒരുപാട് പുരുഷന്മാരുണ്ട്. സ്ത്രീകളുടെ കാഴ്ചപ്പാട് അത് കാരണം പുരുഷന്മാരെ തെറ്റായിട്ട് കാണും, അവർ വളർന്ന രീതി. അതുകൊണ്ട് പലപ്പോഴും തെറ്റ് ചെയ്യാത്ത പുരുഷന്മാരെയും എതിരെയും പരാതികൾ വന്ന് നമ്മളത് ചോദ്യം ചെയ്ത് അവർ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കേസ് ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പക്ഷേ കുറേ ഇടത്തൊക്കെ സ്ത്രീകൾ ഇന്നസെന്റ് ആണെന്ന് ഈ പറഞ്ഞ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുമ്പോൾ അവർ ചെറുത്ത് നിൽക്കുമ്പോൾ അവരെ പിന്നെ വേറെ രീതിയിൽ ഈ മേലുദ്യോഗസ്ഥർ പീഡിപ്പിക്കാറുണ്ട്, വേറെ രീതിയിൽ. അതായത് അവരെക്കുറിച്ച് മോശം പറഞ്ഞു വരുത്തുക, അവരുടെ പ്രൊമോഷൻ നിഷേധിക്കുക, അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ലൈക്ക് ഓവർ ടൈം ഒക്കെ ഫെസിലിറ്റികൾ അത് ഇല്ലാതാക്കുക, അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരുപാട് വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ സ്ത്രീകളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. നമ്മൾ ഇടയ്ക്ക് ഫാഷൻ ഷോയുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഫാഷൻ ഷോ ഒക്കെ അതെ അതെ, ഫാഷൻ ഷോ തുടങ്ങിയത് തന്നെ ലേറ്റ് ആയിട്ടാണ്. കാര്യം 50+ ഉള്ള ഫാഷൻ ഷോ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടമ്മമാർക്ക് ഒരു സുവർണ അവസരം എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി കണ്ടിട്ടാണ് ഞാൻ ആദ്യത്തെ ഫാഷൻ ഷോ മിസസ് മലയാളി ഫാഷൻ ഷോയ്ക്ക് പോകുന്നത്. വളരെ ഇന്റൻസീവ് ട്രെയിനിങ് തന്നെ ഞാൻ ഫാഷൻ ഷോയിൽ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 5 ദിവസം അവിടെ എറണാകുളത്ത് പോയി താമസിച്ച് 3 ദിവസം അതിന്റെ ഗ്രൂമിങ്ങും കൊറിയോഗ്രാഫി, എന്താണ് ഈ റാമ്പ് വാക്ക്, എന്താണ് ഈ പോസിങ്ങും, പിന്നെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഓരോന്നും, നമ്മുടെ ലുക്ക്, കോസ്റ്റ്യൂംസ് എല്ലാം തന്നെയും എന്താണെന്ന് വളരെ തീവ്രമായിട്ടുള്ള പരിശീലനം കൊണ്ട് പഠിച്ചെടുത്തതാണ്. ഒരുപാട് വഴക്കും എന്ന് പറഞ്ഞാൽ അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ, ഒരുപാട് ഇൻസൾട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ ഗ്രൂമിങ്, ഇന്റർനാഷണൽ ഗ്രൂമേഴ്സ് ഒന്ന് തരുമ്പം നമ്മളൊക്കെ ഈ കാണിക്കുന്നത് കോപ്രായങ്ങൾ കാണുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വന്നിട്ട് നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് കരഞ്ഞിട്ടുമുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയൊക്കെ പരിശീലനം എടുത്തിട്ടാണ് എനിക്കിപ്പം വളരെ കോൺഫിഡൻറ്റ്, എനിക്കിപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ലെവലാണ്. ഞാനിപ്പോൾ ഒരു 25 ഫാഷൻ ഷോയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ചിലത് ഡിസൈനർ ഷോ ആണ്, ചിലത് പേജൻ. അത് അങ്ങനെ സ്ത്രീരത്നം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഫസ്റ്റ് റണ്ണറപ്പ്, അങ്ങനെ എല്ലാം നേടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ റാമ്പ് വാക്ക് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നു. 50+ കയറി 60+ രീതിയിലുള്ള ഫാഷൻ ഷോസിന് പോകുന്നത് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. കാര്യം പണ്ടത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് മാത്രം മാറ്റി വെച്ചിരുന്ന ഈ സംരംഭം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണോ എന്തോ ഇപ്പം വയസ്സായവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻകറേജ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പോകാറുണ്ട്. അവാർഡ്സ് റെക്കഗ്നീഷൻ ഒത്തിരി കിട്ടിയിട്ടുണ്ടോ? അതൊരു വലിയൊരു നീണ്ട നിര തന്നെ. അതെ, ഇപ്പൊ ഞാൻ എന്റെ ബയോഡേറ്റ അപ്ഡേറ്റ് ചെയ്യാറില്ല, കാരണം ഓൾറെഡി ബയോഡേറ്റ പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല, അത് അത്രയ്ക്ക് നീണ്ട. അതെ, കാര്യം ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. മലേഷ്യ കിട്ടി, പിന്നെ ഇന്റർ സ്റ്റേറ്റ് ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ കന്യാകുമാരിയിൽ നിന്നും, പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിൽ നിന്നും എനിക്ക് കാര്യം കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ഷോ, എഴുത്ത്, പാട്ട്, ഡാൻസ്, അഭിനയം, സംവിധാനം, അങ്ങനെ എല്ലാ മേഖലകളിലും സാമൂഹ്യ പ്രവർത്തനം, അങ്ങനെ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് കേരളത്തിൻ്റെ ഒരുപാട് ജില്ലകളിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ എല്ലാവർക്കും, എല്ലാ സംഘാടകർക്കും എന്നെ അറിയാം. അതുകൊണ്ട് ആക്ച്വലി ഇതൊരു പ്രചോദനം തന്നെയാണ്. നമ്മൾ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അവാർഡിന് പുച്ഛിക്കേണ്ടതില്ല. എത്ര കിട്ടിയാലും നമ്മൾ അങ്ങനെ പുച്ഛിക്കും. കാര്യം നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നത് എന്തിനാ ഈ സ്ത്രീക്ക് ഇത്ര അവാർഡ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശിരസ് ഉയർത്തി അവരുടെ മുൻപിൽ പറയാൻ പറ്റും. ഞാൻ 21 ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ 21 ബുക്ക് 3 ഭാഷകളായിട്ട് എഴുതിയിട്ടുണ്ട്. എഴുത്തിൻ്റെ പല മേഖലകളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗാനരചന നടത്താറുണ്ട്, ഞാൻ ഗാന ആലാപനം നടത്താറുണ്ട്. ഷോർട്ട് ഫിലിംസ് സംവിധാനം ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അഭിനയിക്കുന്നുണ്ട്. വേറെ ഷോർട്ട് ഫിലിംസിലും സിനിമയിലും ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്, സീരിയലിലും ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞു തോട്ടത്തിൽ ഞാൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് എല്ലാം വളർത്തി ആ ഫ്രൂട്ട്സും എല്ലാം ഫ്ലവേഴ്സും എല്ലാം മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നത്. കോവിഡ് സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചൺസിലെല്ലാം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പല രീതിയിലുള്ള അവാർഡ്സാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ അവാർഡ്സ് കണ്ടിട്ട് ആരും അതിനെക്കുറിച്ച് വിമർശിച്ചാൽ എന്ത് ചെയ്താലും എനിക്ക് അതിനൊരു മറുപടിയുണ്ട്. ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ കാര്യങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സിംഗിൾ പോയറ്റിക് സ്റ്റോറിയാണ്. ഒരു കവിതയുടെ തുടർച്ചയാണ് അടുത്ത കവിത. 76 കവിത 26 ദിവസം കൊണ്ട് എഴുതിയതാണ്. അത് ദുബായ് ഡേയ്സ്. അതിനകത്ത് അത് ട്രാവലോഗാണോ അല്ലെങ്കിൽ ഇത് വെറും കവിതയാണോ? അല്ല, എല്ലാം കൂടിയാണ്. ഒരു കഥ പോലെ, നോവൽ പോലെ എല്ലാം അത് വായിക്കാം. അപ്പോൾ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് എനിക്ക്
എനിക്ക് സത്യജിത്ര ഫിലിം സൊസൈറ്റി അവാർഡ് കിട്ടി. അപ്പോൾ അവർ ലിറ്റററി പെൻ ബുക്ക് അവാർഡ് അവർ തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും, അതിന് അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് അവർ പുരസ്കാരങ്ങൾ തരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് കൊണ്ടൊന്ന് പറയാം നമുക്ക് അവസാനം. സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ആക്ച്വലി ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ, ഞാൻ ലോകമെങ്ങനെയാണ് സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലോകമെങ്ങനെയാണെന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് ആ ഫിലിം കഴിഞ്ഞപ്പോൾ ക്ലോസ് ചെയ്ത് പിരിച്ചുവിടാന്ന് വെച്ചാൽ, പക്ഷേ ഫ്രണ്ട്സ് സമ്മതിച്ചില്ല. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ഉണ്ട്, മോഡൽസ് ഉണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാൽ അതിനകത്ത് അവരെല്ലാവരും ഞാൻ സോഷ്യലൈസിങ് ആണ്. അപ്പോൾ എൻ്റെ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഞാൻ വിസിറ്റ് ചെയ്യും. ആ പ്രസ്ഥാനങ്ങൾ ആൾക്കാരുമായിട്ട് ഞാൻ മദർ തെരേസയുടെ അനാഥാലയങ്ങളിൽ പോകുമ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മിസ് ചെയ്തിട്ടാണ്, മക്കളാരും അടുത്തില്ല, അവർ ദൂരെ പഠിക്കുന്നു. ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് ഈ അനാഥാലയത്തിൽ പോകുമായിരുന്നു, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി നടത്തുന്ന യൂണിവേഴ്സിറ്റി റോഡിൽ. അവിടെ പോയി ആ കുട്ടികളുടെ കൂടെ സമയം അവിടെ 3 സെക്ഷൻ കണ്ട് ഞാൻ അവിടെ നിന്നാണ് എല്ലാം മനസ്സിലാക്കുന്നത്. തീരെ പൊടി കുഞ്ഞുങ്ങളുടെ സെക്ഷൻ, ഒരുവിധം വളർന്ന കുറച്ചായ, പിന്നെ അത് കഴിഞ്ഞ് മുതിർന്ന കുട്ടികൾ. അപ്പോൾ ഈ തീരെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പൊടി കുഞ്ഞുങ്ങൾ എന്ന് കഴിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഉടനെ കളഞ്ഞവർ, അതുപോലെ തന്നെ ഈ അംഗവൈകല്യം ആയിട്ട് ബെഡിൽ തന്നെ സ്ഥിരം തൊട്ടിൽ തന്നെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ ആയമാർ എത്ര പരിചരണം നൽകിയാലും, അതായത് ഒരാളിങ്ങനെ കുളിപ്പിക്കുന്നു, ഒരാളിങ്ങനെ പാല് മിക്സ് ചെയ്ത് കൊച്ചിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു, ഒരാൾ വന്ന് പിന്നെ ഈ കുഞ്ഞിനെ കുളിപ്പിച്ച് കിട്ടുന്ന കുഞ്ഞിന് ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ കിടത്തുന്നു, ഇങ്ങനെ പല സ്റ്റേജസ് ആണ്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഈ കൊച്ചിന് പാല് ഉപ്പി പിടിച്ചു കൊടുക്കാൻ പോലും പറ്റില്ല, ഇങ്ങനെ തലകഴിയുടെ ഒരു തടയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് പാലൂപ്പി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മളൊക്കെ മക്കളെ വളർത്തിയ രീതി എങ്ങനെ ഒരു കുട്ടി തോളത്തിട്ട് അതിൻ്റെ എയർ ബബിൾ കളഞ്ഞ് തോളിൽ മുതുകിൽ തട്ടി, ഇങ്ങനെയൊക്കെ പല പരിചരണം. ഈ പൊടി കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഈ ആയമാർ ഒരു മെഷീൻ പോലെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കണ്ടു ഒരു കുഞ്ഞിങ്ങനെ ഉറക്കെ കരയുന്നു. അപ്പോൾ ഞാൻ എന്താ കാര്യം നോക്കിയപ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ പാലൂപ്പി മാറിപ്പോയി. അപ്പോൾ ആ കുപ്പി ഞാൻ നിപ്പിൾ ശരിക്കും വെച്ച് കൊടുത്ത് ആ കൊച്ചു വലിച്ചു കുടിച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി. ഇത്തിരി പോലുള്ള ഒരു 6 മാസം കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ ആ ഒരു പുഞ്ചിരി എൻ്റെ മൈൻഡിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാതെ കിട്ടില്ല, നമ്മൾ ഇറങ്ങി തിരിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഞാൻ ഈ നടന്നു പോയി ക്രോണിക് വാർഡിൽ പോയപ്പം ഒരു സ്ത്രീ എന്നെ കണ്ടപ്പോൾ പറയാം, എനിക്കറിയാം വരുമെന്ന്, പിന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ചേച്ചിയല്ലേ എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര പരിചയഭാവത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ അവരുടെ ആരുമല്ല. പിന്നെ അത് കഴിഞ്ഞ് അവരങ്ങ് വാതോരാതെ അവരുടെ കുടുംബകാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പോകണം, അവരുടെ അടുത്ത് പോകണം. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ എഴുത്തിലൂടെ ഒരാളുടെ അടുത്ത് പോയി ഇത് സംസാരിച്ച് തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ അത് തീരില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ബുക്സിൻ്റെ എണ്ണവും വർദ്ധിക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എഴുതാനുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ ഓരോരോ ബുക്കായിട്ടെങ്കിലും എല്ലാ വർഷവും ഇറക്കും. ഓക്കെ. ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല. ഫാമിലി എനിക്ക് 2 നല്ല മക്കളാണ്, മിടുമിടുക്കരാണ്. പിന്നെ ഹസ്ബൻഡ് ആക്ച്വലി എയർഫോഴ്സിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി. ഈ പറഞ്ഞ കണക്ക് എയർഫോഴ്സിലായിരിക്കുമ്പോൾ ഗൾഫിലായിരിക്കുമ്പോഴേ ഞാൻ ഒറ്റപ്പെടലായത്. എനിക്ക് മക്കളും ഹയർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ദൂരോട്ട് പോയി. ഇളയ മോൾ ഡെൻറ്റിസ്റ്റാണ്, മൂത്ത മോള് ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുത്തത് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ദുബായിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഒരു ഒറ്റപ്പെടലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ ഈ ആക്ടിവിറ്റീസ് ഒന്നും പുള്ളിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. പുള്ളി നാട്ടിൽ സെറ്റിൽ ചെയ്തു. പുള്ളി എൻ്റെ ലൈഫുമായിട്ടേ കണക്ഷൻ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലായി. അവിടെയും ഒറ്റപ്പെടലും ദുഃഖങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ ലൈഫ് ഈ ഞാൻ തിരഞ്ഞെടുത്ത ഈ വഴി സന്തോഷം എനിക്ക് നൽകുന്നു, അങ്ങനെ കിട്ടുന്നു. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണമെന്നുള്ളത് പാഠം ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിയിലോട്ട് മുന്നോട്ട് പോകണം. അതിന് ദൈവം എനിക്ക് കൂട്ടുണ്ട്. എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കളും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരുടെ എല്ലാവരും ഹെൽപ്പോടുകൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നല്ലത് ചെയ്യുന്നതിന് നമുക്ക് ആശങ്ക വേണ്ട, മുന്നോട്ട് പോകണം. അതിന് നമുക്ക് പാത എന്താണെന്ന് നമുക്ക് കാട്ടിത്തരും. അതുകൊണ്ട് ഞാൻ നല്ലത് ചെയ്യും. അതുകൊണ്ട് എനിക്ക് നന്മയുണ്ടാവും. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു വ്യക്തിത്വത്തെ ഇനിയും അല്ലേ ഒത്തിരി പറയാനുള്ളതാണെന്ന് തോന്നുന്നു. അല്ലേ, ഒത്തിരി കാര്യങ്ങൾ അനുഭവങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്.
അപ്പോൾ പിന്നെ ഒരു അവസരത്തിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് സന്തോഷം. അത് നാട്ടിൽ വന്ന് എനിക്ക് എൻ്റെ കൊല്ലം ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ കൊല്ലം നാട്, ഞാൻ പഠിച്ച് 10 വയസ്സിൽ വന്ന നാട്, സ്കൂള്, കോളേജ്, എൻ്റെ ഫ്രണ്ട്സ്, കസിൻസ്, റിലേറ്റീവ്സ് എല്ലാവരും കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്. എനിക്കൊരിക്കലും കൊല്ലം മറക്കാൻ പറ്റത്തില്ല. ട്രിവാൻഡ്രം എന്നെ വളർത്തി, ശരിയാണ്. ഓഫീസും ട്രിവാൻഡ്രത്തിലെ ബഹുമുഖ പ്രതിഭകളും എല്ലാവരും എന്നെ വളർത്തി. പക്ഷേ ഒരിക്കലും നമ്മൾ നാട് മറക്കരുതല്ലോ. അത് നാട്ടുകാരെ ആരും ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കെന്നും സ്നേഹമേ ഉള്ളൂ. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള അറിയാമെങ്കിൽ പോലും, വിഷമമാണെങ്കിൽ പോലും ഞാൻ ആ വിഷമത്തിലൂടെ തന്നെ ജീവിക്കാൻ പഠിച്ചു, ചിരിക്കാൻ പഠിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ട്, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അതെ അതെ ഇനി പുതിയ പുതിയ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ട് കൂടുതൽ ആ ഒരു യാത്ര തുടരട്ടെ. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും. വന്നതിൽ സന്തോഷം. നന്ദി, നമസ്കാരം.